السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം അൽഹംദുലില്ലാ നമ്മൾ തുടങ്ങുകയാണ്. 112 ആയത്തുകൾ വരെയാണ് നമ്മൾ ലാസ്റ്റ് നിർത്തി വെച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 113ഉം 114 സൂറത്തുൽ ബഖറയിലെ 113 114. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ് ഈ ആയത്തിൽ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ആയത്തുകൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത കുറച്ച് ആയത്തുകളിൽ നമ്മൾ കൂടുതലും കാണുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെടുത്ത് നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് അല്ലേ. അതിനു മുമ്പ് അധികം ആയത്തുകളും മോസ്റ്റ് ഓഫ് ദം നമ്മൾ കണ്ടത് നമ്മളെക്കുറിച്ച്, നമ്മുടെ നെഫ്സിനെ കുറിച്ച്, നമ്മളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് അല്ലേ, നമ്മുടെ ജീവിതത്തിലെ ടെസ്റ്റുകളെ കുറിച്ച്, അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട രീതികളെ കുറിച്ച്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു കണ്ടത്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ഡീലിങ്സിനെ കുറിച്ചാണ് അല്ലേ. നമ്മളുടെ ചുറ്റുപാടുമുള്ള നമ്മളുടെ ജീവിതത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും റിയൽ ഇംപ്ലിമെന്റേഷൻ വർക്കൗട്ട് ആവുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആ ഇൽമുകൾ അമലിലേക്ക് കൊണ്ടുവരുന്നത് വർക്കൗട്ട് ആവുന്ന ആയത്തുകളാണിത്. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മളുടെ ആ ഒരു ലൈറ്റ്, സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വെളിച്ചം നമ്മുടെ ചുറ്റുപാടിലേക്ക് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്ന ഓരോ ആയത്തുകളും അല്ലേ. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളോട് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? മറന്നു കളയാൻ, അല്ലെങ്കിൽ ആ പേജ് മറച്ചു കളയാൻ, പുറത്തു കൊടുക്കാൻ അല്ലെ. അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു കളയാൻ, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം അതാണ് റിയൽ ദഅവ. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്ന വൺ ഓഫ് ദി മേജർ എന്താ പറയാ പർപ്പസ് തന്നെ എന്താണ്? ഖിലാഫത്താണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ഒരു ഡ്യൂട്ടി നമ്മളെല്ലാവരുടെ അടുത്തും ഉണ്ട്. ഒരുപക്ഷെ നമുക്ക് നാവുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളുടെ റിയൽ ദഅവ, നമ്മളുടെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള അൽഹംദുലില്ലാ ഈ ഒരു അനുഗ്രഹമായിട്ടുള്ള അള്ളാഹുവിന്റെ കലാം മനസ്സിലാക്കാൻ പറ്റാന്നുള്ള ഈ ഒരു നിഅമത്ത് മറ്റുള്ളവരിലേക്ക് നമ്മളുടെ ആക്ഷനിലൂടെ, നമ്മുടെ മാനറിസത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പുഞ്ചിരിയിലൂടെ അല്ലെ, നമ്മളെ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയിലൂടെ ആളുകളിലേക്ക് എത്തിക്കലാണ് റിയൽ ദഅവ. പലപ്പോഴും നമ്മൾ സംസാരമായി മാറാറുണ്ട് നമ്മുടെ ദഅവ അല്ലെ. ഭയങ്കര കടുകട്ടിയായിട്ട് ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ നമ്മളെ ജീവിതത്തിൽ നിന്ന് അവർക്കൊന്നും കാണാനുണ്ടാവില്ല, നമ്മൾ അവർക്ക് ഫോളോ ചെയ്യാൻ തോന്നുകയില്ല. അപ്പോൾ നമ്മുടെ റിയൽ ദഅവ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ മാനറിസം, അതായത് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലെസൺസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആയിരിക്കണം. മാത്രമല്ല ഇതത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ മുമ്പ് പഠിച്ച കുറേ ആയത്തുകൾ, അത് ശരിക്കും ആ ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലായിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലേ, അത് മനസ്സിലാക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നമ്മളെ ഇബാദത്തിനെ കുറിച്ച്, അല്ലാഹുമായിട്ടുള്ള കണക്ഷനെ കുറിച്ച്, നമ്മുടെ നഫ്സിനെ കുറിച്ച്, അതിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പലതും നമുക്ക് ഉൾക്കൊള്ളാനും പ്രയാസമായേനെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയങ്കര എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ ആയത്തുകളും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ആയത്തുകൾ കാണാം. ആദ്യം തന്നെ 13, സൂറത്ത് ബഖറയിലെ 113ാമത്തെ ആയത്ത്. വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസ്വാറാ അലാ ഷൈ വഖാലത്തിൻ നസ്വാറാ ലൈസത്തിൽ യഹൂദു അലാ ഷൈ വഹും യത്ലൂനൽ കിതാബ് കദാലിക ഖാലൽ ലദീന ലാ യഅലമൂന മിസ്ല ഖൗലിഹിം ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. യഹൂദന്മാർ പറഞ്ഞു ക്രിസ്ത്യാനികൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന്. ക്രിസ്ത്യാനികൾ പറഞ്ഞു യഹൂദന്മാർക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന്. അവരെല്ലാവരും വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാണ് താനും. അങ്ങനെ ഇവർ പറഞ്ഞതുപോലെ തന്നെ വിവരമില്ലാത്ത ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ തമ്മിൽ ഭിന്നിക്കുന്ന വിഷയങ്ങളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്.
വാക്കർത്ഥം നോക്കാം. വഖാലത്ത്, ഖാല, ഖാഫ് വാവ് ലാം പറയുകയും ചെയ്തു. അൽ യഹൂദു യഹൂദികൾ, ലെയ്സത്തി ലെയ്സ, ലാം യ സീൻ അല്ല, അതൊരു നെഗേറ്റിംഗ് ആണ്. അതായത് നോ എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ് ലെയ്സ. ഓക്കെ, ലെയ്സയുടെ ഖാലത്ത് ഫോം ആണ് ലെയ്സത്ത്. ഓക്കെ, ഖാല ഖാലത്ത് പോലെ ലെയ്സ ലെയ്സത്ത്. അന്നസോറ ക്രിസ്ത്യാനികൾ, അലാ ഷെയ്ഇൻ ഒരു വസ്തുവിലും, വഖാലത്ത് അവർ പറയുകയും ചെയ്തു. അന്നസോറ ക്രിസ്ത്യാനികൾ, ലെയ്സത്ത് അല്ല, അൽ യഹൂദു യഹൂദികൾ, അലാ ഷെയ്ഇൻ ഒരു വസ്തുവിലും, വഹും അവരാകട്ടെ, യത്ലൂന തഅലാം വ മുമ്പ് കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള വാക്ക് തന്നെയാണ്, അവർ ഓതുന്നുണ്ട്, അൽ കിതാബ കിതാബ് വേദഗ്രന്ഥം, കദാലിക അപ്രകാരം, ഖാല അവർ പറഞ്ഞു, അല്ലദീന യാതൊരുവർ, ലാ യഅലമൂന ഐൻ ലാം മീം അവർക്ക് അറിയുകയില്ല, മിസ്ല പോലെ, ഖൗലിഹിം അവരുടെ വാക്ക്, ഖൗല പ്ലസ് ഹിം, ഫല്ലാഹു എന്നാൽ അല്ലാഹു, യഹ്കുമു ഹ കാഫ് മീം വിധിക്കും, ബൈനഹും അവരുടെ ഇടയിൽ, യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ, ഖിയാമ ഖാഫ് വാവ് മീം, യൗമ യാ വാവ് മീം ഒക്കെ അറിയുന്നത് തന്നെയാണ്. ഫീമ അതിൽ, ഖാനു അവർ ആയിരുന്നു, ഫീഹി അതേപ്പറ്റി, യഖ്തലിഫൂൻ ഖ ലാം ഫ ഇഖ്തിലാഫ് ഭിന്നത. ഓക്കെ, ഭിന്നിക്കുക. എനിക്കൊന്നും ലേസ് അല്ലാത്ത വാക്കുകളൊന്നും പുതിയതല്ല, നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളൊക്കെ തന്നെയാണ് എല്ലാം. അതുകൊണ്ട് നമുക്കിനി പോകെ പോകെ വാക്കാർത്ഥത്തിന്റെ ആ ഒരു ഭാഗത്ത് പറയാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എക്സ്പേർട്സ് ആയി വരാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ വഖാലത്തിൽ യഹൂദു അപ്പോൾ യഹൂദര് പറഞ്ഞു, യഹൂദികൾ പറഞ്ഞു, ലേസത്തിൻ നസോറ അലാ ഷെയ് ക്രിസ്ത്യാനികൾ എന്താണ്, അവർക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല, അവരൊന്നിന്റെ മേലെ അതായത് അവർക്കൊരു സ്ട്രോങ് ആയിട്ട് താഴെ ഒന്നുമില്ല, ഒന്നിന്റെ മേലെയല്ല, അവർ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഖാലത്തിൽ യഹൂദു അപ്പം ഖാലത്ത് ഖാലത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഖാലയുടെ ഫെമിനിൻ ഫോം അല്ലെ, ഖാല ഖാലു ഖാലത്ത് ഖുൽന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഖാലത്ത് എന്ന് പറഞ്ഞാൽ ഖാലയുടെ ഫീമെയിൽ ഫോം ആണ്, സ്ത്രീലിംഗമാണ്. ഖാല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു, ഖാലത്ത് എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു. ഇവിടെ ഖാലത്തിൽ യഹൂദു അല്ലെ, യഹൂദര് പറഞ്ഞു, യഹൂദികൾ പറഞ്ഞു, ജൂതന്മാര് പറഞ്ഞു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഖാലത്ത് യൂസ് ചെയ്തത്? ഖാലത്ത് എന്ന് പറഞ്ഞാൽ ഷീ അല്ലെ അവൾ അല്ലെ. യഹൂദികളൊക്കെ സ്ത്രീകളാണെന്നാണോ അതിന്റെ അർത്ഥം? ഇല്ല. നമുക്കറിയാം അറബി ഭാഷയിൽ എല്ലാ ഇസ്മുകൾക്കും ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഉണ്ട് അല്ലെ, സ്ത്രീലിംഗം അല്ലെങ്കിൽ പുല്ലിംഗം ഉണ്ട്. അപ്പൊ നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ജീവനുള്ളതിന് മാത്രമേ ആണും പെണ്ണും ഉള്ളൂ, അല്ലാത്തതിനില്ല. പക്ഷെ അറബിയിൽ എല്ലാത്തിനും ഉണ്ട്. അപ്പം അതിനനുസരിച്ച് ഒരു വേർബ് യൂസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ മാറ്റങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മാദിയിലും മുദാരിയിലും ഒക്കെ സ്ത്രീ ആവുമ്പോൾ വേറെ, പുരുഷനാവുമ്പോൾ വേറെ എന്നുള്ള രീതിയിൽ വേർബുകൾ പോലും നമ്മൾ മെയിൽ ഫീമെയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ അൽ യഹൂദു എന്ന് പറയുമ്പോൾ കാലത്ത് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, പൊതുവെ അറബി ഭാഷയിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ, ഒരു ജനതയുടെ, ഒരു ഉമ്മത്തിന്റെ ഒക്കെ പേര് പറയുമ്പം അതിനെ ഫീമെയിൽ ആയിട്ട് റെഫർ ചെയ്യാറുണ്ട്. മെജോറിറ്റി ഒരു 90% കേസിലും ഇങ്ങനെയുള്ള പേരുകൾ ഫീമെയിൽ ആയിട്ടാണ് പറയാം. ഓക്കെ, അതുകൊണ്ടാണ് അതായത് ഫീമെയിൽ സിംഗുലർ ആയിട്ടാണ് പറയാം. അതുകൊണ്ടാണ് ഇവിടെ അൽ യഹൂദും അന്നസാറയും രണ്ടും ലേസ വന്നിട്ടുള്ളത്. ഓക്കെ, അൽ യഹൂദും അന്നസാറ രണ്ട് സ്ഥലത്തും നമുക്ക് കാണാം കാലത്തും ലേസത്തും. ഓക്കെ, കാലത്തിൽ യഹൂദു ലേസത്തിൻ നസാറ അലാഷെ, കാലത്തിൻ നസാറ ലേസത്തിൽ യഹൂദ്, രണ്ടും ഫീമെയിൽ ഏകവചനമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ലേസത്തിൻ നസാറ, ലേസ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലേസത്ത് എന്ന് പറയുന്നത് ലേസയുടെ ഇതേപോലെ കാലയുടെ കാലത്ത് പോലെ ലേസയുടെ ലേസത്ത്. ഓക്കെ, ലേസയുടെ സ്ത്രീലിംഗ ഏകവചനം ഫോമാണ് ലേസത്ത്. ലേസ എന്ന് പറഞ്ഞാൽ അവൻ അല്ല, ലേസത്ത് എന്ന് പറഞ്ഞാൽ അവൾ അല്ല. ഇവിടെയും സെയിം റീസൺ തന്നെ. അന്നസോറോ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആളുകളാണ് അല്ലെ, ക്രിസ്ത്യാനികളുടെ പേരിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ലേസത്ത് എന്ന് പറയുന്നത്. അപ്പം യഹൂദർ പറയാണ് ക്രിസ്ത്യാനികൾ എന്തല്ലാന്ന്, അലാഷേ ഒന്നിന്റെ മേലെ അല്ല. അതായത് അവർക്ക് ഒരു അടിസ്ഥാന, ഒരു ബേസിസ് ഒന്നുമില്ല, അവർക്ക് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഒന്നുമില്ല, ഒരു എന്തൊക്കെയോ പറയുകയാണെന്ന് അല്ലെ. സുബ്ഹാനല്ലാഹ്, അവർക്ക് എന്ത് വിശ്വാസം ഉണ്ടെങ്കിലും അവരുടെ മതം എന്താണെങ്കിലും അതൊക്കെ തെറ്റാണ്, അതിലൊന്നും കഥയൊന്നുമില്ല അല്ലെ. ആരാണിത് പറയുന്നത്? യഹൂദികള് ക്രിസ്ത്യാനികളെ കുറിച്ച് പറയണം.
ശരിക്കും യഹൂദികൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയേണ്ടത്? ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈസ അലൈഹി ഇസ്ലാമിലാണ് അല്ലെ. യഹൂദികളാണെങ്കിൽ ഈസ അലൈഹി ഇസ്ലാമിനെ റിജക്ട് ചെയ്ത ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. ക്രിസ്ത്യാനികള് ഈസ അലൈഹി ഇസ്ലാം പറഞ്ഞത്, അല്ലെങ്കിൽ ഈസ അലൈഹി ഇസ്ലാമിന്റെ എന്താ പറയാ പഠിപ്പിച്ച ടീച്ചിങ്സ് ആണ് ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്തത്. എന്നാൽ യഹൂദികൾ ഈസ അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിനെയും അദ്ദേഹത്തിന്റെ ശരീഅത്തിനെയും കംപ്ലീറ്റ് എന്താണ് ഒഴിവാക്കിയ ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവരെന്താണ് ഇതിനകത്ത് കുറ്റം കണ്ടുപിടിക്കുകയാണ് അല്ലെ. അവര് ഒന്നിന്റെ മേലെയല്ല, അവർക്കൊരു ഫൗണ്ടേഷൻ ഇല്ല, അവരുടെ ദീന് പൊട്ടത്തരാണ്, അവരുടെ വിശ്വാസം പൊട്ടത്തരാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ തിരിച്ച് വഖാലത്തിൻ നസ്വാറ, ക്രിസ്ത്യാനികൾ പറയാണ് ലേസത്തിൽ യഹൂദു അലാ ഷൈ, ജൂതന്മാർക്കും കഥയൊന്നുമില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. അവർക്കും ഫൗണ്ടേഷൻ ഒന്നുമില്ല. ക്രിസ്ത്യാനികൾ പറയാണ് അവരുടെ വിശ്വാസമൊക്കെ തെറ്റാണ്, അവരുടെ ദീനും അവരുടെ മതമൊക്കെ തെറ്റാണ്. ക്രിസ്ത്യാനികള് എന്തുകൊണ്ടാ ഇത് പറയുന്നത്? ജൂതന്മാര് അവരുടെ, അതായത് ക്രിസ്ത്യാനികളുടെ നബിയായ ഈസ അലൈഹി ഇസ്ലാമിനെ നിഷേധിച്ചിട്ടുണ്ട് അല്ലെ. ജൂതന്മാര് ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്ത അവരുടെ നബിയായ ഈസ അലൈഹി ഇസ്ലാമിനെ നിഷേധിക്കുന്നു, ഈസ അലൈഹി ഇസ്ലാമില് വിശ്വസിക്കുന്നില്ല. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാണെന്ന് വിളിച്ചു പറയാണ്. ഇവർക്ക് രണ്ടു കൂട്ടർക്കും കഥയില്ല, അവർ രണ്ടുപേരും തെറ്റാണ്, അവരുടെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു വഹും യത്ലൂനൽ കിതാബ്, വഹും എന്നാൽ അവരാകട്ടെ അല്ലെ, അവരാകട്ടെ യത്ലൂനൽ കിതാബ് ഗ്രന്ഥം വായിക്കുന്നവരാണ്, തിലാവ നടത്തുന്നവരാണ് ഗ്രന്ഥത്തിന്റെ അല്ലെ. യത്ലൂന ത ലാം വി ത ലാം വാവ് തിലാവ. ഓക്കെ, തിലാവ എന്ന് പറഞ്ഞാൽ റെസിറ്റേഷൻ. നമ്മൾ മുമ്പ് തിലാവനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടല്ലേ. ഓരോ വാക്കും പിന്തുടരുന്നവരാണ്. തിലാവക്ക് അങ്ങനെ ഒരു അർത്ഥവും കൂടെ അല്ലെ, ഓരോന്നും പിന്തുടരുന്ന, അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ക്രിസ്ത്യാനികളും ജൂതന്മാരും രണ്ടു കൂട്ടരും എന്താണ്, അവരുടെ ഗ്രന്ഥങ്ങളെ പിന്തുടരുന്ന ആൾക്കാരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരു മിനിറ്റ്. അവർ രണ്ടു കൂട്ടരും അവരുടെ ഗ്രന്ഥങ്ങളെ പിന്തുടരുന്ന ആൾക്കാരാണ് അല്ലെ. ഏത് ഗ്രന്ഥത്തെ കുറിച്ചാണ് പറയുന്നത്? തൗറാത്ത് അല്ലെ. ജൂതന്മാര് തൗറാത്ത് ഫോളോ ചെയ്യുന്നു, ക്രിസ്ത്യാനികള് തൗറാത്തും ഇഞ്ചിയിലും. അവർ രണ്ടും ഉണ്ട്. ക്രിസ്ത്യാനികൾക്ക് തൗറാത്തും ഇഞ്ചിയിലും ഉണ്ട്, ജൂതന്മാർക്ക് തൗറാത്ത് മാത്രം. അപ്പം ഇപ്പം ഇന്നത്തെ കാലത്ത് ഇത് രണ്ടും അറിയപ്പെടുന്നത് ബൈബിൾ എന്നാണ്. കാരണം ബൈബിളിനകത്ത് തന്നെ നമുക്ക് പഴയ നിയമം പുതിയ നിയമം എന്ന് കാണാം. ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പഴയ നിയമമാണ് തൗറാത്ത്. തൗറാത്തിൽ ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ബൈബിളില് പഴയ നിയമം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് ബുക്സ്, അതായത് ബൈബിള് കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൺലൈൻ ആയിട്ടെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് കാണാം. ആദ്യത്തെ കുറച്ച് ബുക്സ് ഉണ്ടാവും, ജെനസിസ്, ഒരു 5 ബുക്കോളം, അത് തൗറാത്തിന്റെ ഭാഗമാണ്, അതായത് പഴയ നിയമം. പിന്നെ അതിനുശേഷം വരുന്നതൊക്കെ എന്താണ്, ഇഞ്ചിയിൽ, പുതിയ നിയമമാണ്. അപ്പം ഇവര് രണ്ടു കൂട്ടരും എന്താണ്, ഗ്രന്ഥം വായിക്കുന്നവരാണ് അല്ലെ. ജൂതന്മാര് ഇതിന്റെ ഫസ്റ്റ് പാർട്ടേ വായിക്കുന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനികൾ ഇത് രണ്ടും വായിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് വഹും യത്ലൂനൽ കിതാബ്, ഇവര് ഗ്രന്ഥം വായിക്കുന്നവരാണ്, കിതാബ് വായിക്കുന്നവരാണ് അല്ലെ. ഒരേ കിതാബ് തന്നെ. സുബ്ഹാനല്ലാഹ്. ഒരേ കിതാബ് വായിക്കുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടു കൂട്ടരും തൗറാത്ത് വായിക്കുന്നുണ്ട് അല്ലെ. ജൂതന്മാര് ഇഞ്ചീലിനെ റിഫ്യൂട്ട് അല്ലെങ്കിൽ എതിർക്കുന്നുണ്ടെന്ന് വെക്കട്ടെ, പക്ഷെ രണ്ടു കൂട്ടരും തൗറാത്ത് വായിക്കുന്നവരാണ്. എന്നിട്ട് അവരിലേക്ക് നോക്കി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. മറ്റവൻ തെറ്റാണ്, ഇവര് തെറ്റാണ്, അവര് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്ത് ഒരു പ്രത്യേക ഇൻസിഡന്റിനെ അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരിക്കൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്രിസ്ത്യാനികൾ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത്, ജൂതന്മാര് മദീനയിൽ ഓൾറെഡി ഉണ്ട് അല്ലെ. അപ്പം ഇവര് ക്രിസ്ത്യാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് തമ്മിൽ, അതായത് അവിടെയുള്ള ജൂതന്മാരും വന്ന ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു വാദപ്രതിവാദം തുടങ്ങി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും
കുറ്റപ്പെടുത്തൽ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇന്നത്തെ കാലത്തും ചില സ്റ്റേജുകളിൽ നമ്മൾ കാണാറുണ്ട് അല്ലെ, ഇന്റർഫെയ്ത്ത് ഡിസ്കഷൻ, പല മതങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഈവൻ ഒരു മതത്തിനകത്തുള്ള പല സെക്ടുകൾ, പല ഗ്രൂപ്പുകൾ തമ്മിലൊക്കെ ഡിസ്കഷൻ. ചില സമയത്ത് അത് മാഷാഅല്ലാഹ് നല്ല രീതിയിലൊക്കെ പോകാറുണ്ട്. പക്ഷെ ചില സമയത്ത് അത് ഭയങ്കര വലിയ ആർഗ്യുമെന്റ് ഒക്കെ ആയിട്ട് മാറാറുണ്ട് അല്ലെ. അപ്പം ഇതേപോലെ ഇവര് രണ്ടു കൂട്ടരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്ന ക്രിസ്ത്യാനികളും അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ജൂതന്മാരും സംസാരിച്ചു തുടങ്ങിയപ്പം അവര് തമ്മിൽ വഴക്കായി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇല്ല, നിങ്ങൾ തെറ്റാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹും യത്ലൂനൽ കിതാബ്, അവര് ഗ്രന്ഥത്തിന്റെ ആൾക്കാരാണ്, അവര് ഗ്രന്ഥം വായിക്കുന്നവരാണ്. അവര് ഗ്രന്ഥം വായിക്കുന്നത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഒരു ഗ്രന്ഥം വായിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം ഉണ്ടാവണം അല്ലെ. സുബ്ഹാനല്ലാഹ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുമ്പം ശരിക്കും അവരുടെ ഗ്രന്ഥത്തിനെയാണ് എതിർക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവരാണ്, അവർ തൗറാത്ത് സ്വീകരിച്ചവരാണ്. പക്ഷേ അവർക്ക് ജൂതന്മാരോടുള്ള വെറുപ്പ് കാരണം അവര് സംസാരിച്ചു വന്നപ്പം അവര് മൂസ അലൈഹി ഇസ്ലാമിനെ പോലും തൗറാത്തിനെ പോലും റിജക്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് ക്രിസ്ത്യാനികള് ഫസ്റ്റ്, അതായത് ഓൾഡ് ടെസ്റ്റമെന്റിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ശരിക്കും മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആൾക്കാർ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് ഈസാ അലൈഹി ഇസ്ലാം വന്നപ്പം അദ്ദേഹം ഒരുപാട് പുതിയ നിയമങ്ങളൊന്നും കൊണ്ടിട്ടല്ല വന്നത്. ഈസാ അലൈഹി ഇസ്ലാം പഴയതെല്ലാം അവര് ബനൂ ഇസ്രായേലിനെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, പുതുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ആയിട്ടും ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലായി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തെറ്റാന്ന് പറയാൻ തുടങ്ങി. വഹും യത്ലൂനൽ കിതാബ്, അവര് ഗ്രന്ഥം വായിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് അറിവുള്ള ആളുകൾ അല്ലെ, അറിവുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരെ കുറിച്ച് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് അല്ലെ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്ട് വേണം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെ കുറ്റം പറഞ്ഞ് ചെളിവാരി എറിഞ്ഞ് നീ തെറ്റാന്ന് പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്ന ആൾക്കാരാവരുത്. ഇപ്പം നമ്മളുടെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മളെ ബോസ്, ആൾക്ക് ദീനിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പം ഒരു പക്ഷെ അയാള് നമ്മളെ ദീനിനെ പരിഹസിച്ച് പറഞ്ഞേക്കാം. നമ്മൾ നമസ്കരിക്കുന്ന കറക്റ്റ് സമയത്ത് പോയി നിസ്കരിക്കുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞേക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാര്യാക്കണ്ട, അയാൾക്ക് അറിയാഞ്ഞിട്ടാണല്ലോ അല്ലെ, അയാൾ അറിയാഞ്ഞിട്ടാണല്ലോ. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇതേപോലെ നമ്മളെ ദീനിനെ എതിർത്തിട്ട് ഒരു അറിവുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അത്യാവശ്യം റിലീജിയസ് കാര്യങ്ങളെ കുറിച്ചുള്ളൊക്കെ വിവരമുള്ള ഒരാള് അതിനെ ഇതുപോലെ ഇൻസൾട്ട് ചെയ്തും കുറ്റപ്പെടുത്തിയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, എന്തൊരു മനുഷ്യനല്ലേ, ഒരു ബഹുമാനം ഇല്ലാണ്ട് സംസാരിക്കുന്നു, എല്ലാ ദീനിനെയും ബഹുമാനിക്കണ്ടേ അല്ലെ. അപ്പം അറിവുള്ള ആളെന്ന് പറയുമ്പോൾ പൊതുവെ അവർക്കൊരു ക്ഷമയും സഹനവും അല്ലെ, ബഹുമാനവും ഒക്കെ മനുഷ്യന്മാര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മില് വഴക്കിടുമ്പം അത് എന്തായിരുന്നു അവിടെ വ്യക്തമായിട്ടിരുന്നത്? അവർക്ക് ക്ഷമയില്ല, അവർക്ക് എന്താ പറയാ, സഹനം ഇല്ല അല്ലെ. അവര് ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അള്ളാഹു പറയാണ് കെദാലിക്ക, അത് ഏത് പ്രകാരമായിരുന്നു? എന്തോ പോലെയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണല്ലേ. ഖാല, അള്ളാഹു പറഞ്ഞു, അല്ലദീന, യാതൊരുവർ, ലാ യഅലമൂന, ഖാല അവൻ പറഞ്ഞു, അല്ലദീന യാതൊരുവർ, ലാ യഅലമൂന, അവർക്ക് അറിയില്ല, അവർ അറിയുന്നില്ല, ഒക്കെ അറിവില്ലാത്ത ആളുകള്, അല്ലാത്ത ആളുകൾ എന്തു പറയുന്നു? കദാലിക, അതേപോലെയാണ് ഇവരും പറയുന്നത്. അറിവില്ലാത്ത ആൾക്കാര് എന്ത് പറഞ്ഞോ അതേപോലെയാണ്. അതായത് അറിവില്ലാത്ത ആൾക്കാരില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാണെന്ന് പറയും. ഞാനാ ശരി നീ തെറ്റാ, ഞാനാ ശരി നീ തെറ്റാന്ന് പറയാ അറിവില്ലാത്ത ആൾക്കാരാണ്. അല്ലദീന ലാ യഅലമൂന, യാതൊരു അറിവും ഇല്ലാത്ത ആൾക്കാർ. അതായത് ഗ്രന്ഥം കൊടുക്കപ്പെടാത്ത ആൾക്കാരാണ് അറിവില്ലാത്തവർ അല്ലേ. ഗ്രന്ഥം അറിയുന്നവര് അറിവുള്ള ആൾക്കാരാണ്. നമ്മൾ മുമ്പ് ഒരായത്തില് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, ഉമ്മി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിരുന്നു, ലാ യഅലമൂനൽ കിതാബ്, അവർക്ക് ഗ്രന്ഥം അറിയാത്തവരാണ്. അപ്പം ഗ്രന്ഥം അറിയാത്ത ആൾക്കാര്, അവരെ പോലെയാണ് ഇവര് സംസാരിക്കുന്നത്. ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിലുള്ള ജൂതന്മാര്, അവർക്ക് ഗ്രന്ഥമുണ്ട്, ക്രിസ്ത്യാനികള് അവർക്ക് ഗ്രന്ഥമുണ്ട്. ഗ്രന്ഥം ഇല്ലാത്ത ആൾക്കാരായിരുന്നു? മുശ്രിക്കീങ്ങള്, അറബികള്. സുബ്ഹാനല്ലാഹ്. അപ്പൊ മുശ്രിക്കീങ്ങൾ എന്താണ് വിചാരിച്ചത്? നമ്മളാ ശരിന്നല്ലേ. കാരണം അവർക്ക് അറിയൂല, അവർക്ക് ഗ്രന്ഥവും ഇല്ല. അപ്പൊ അവര് വിചാരിച്ച് നമ്മളാണ് ശരി. അതേപോലെ അതേ ലോ ലെവലില് അറിവില്ലാത്ത മുശ്രിക്കീങ്ങൾ എന്ത് പറഞ്ഞോ അതേപോലെയാണ് ഈ ഗ്രന്ഥം കൊടുക്കപ്പെട്ട അറിവുള്ള, അല്ലെങ്കിൽ അറിവുള്ള രീതിയിൽ പെരുമാറുന്ന എക്സ്പെക്ട് ചെയ്യപ്പെടുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും പെരുമാറിയത്.
പൊതുവെ അല്ലെ ഈ ലോകത്ത് നമ്മൾ ഏതൊരാളെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവൻ എന്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും അവന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് അവൻ പറയും ഞാനാ ശരി, എന്റെ വിശ്വാസാ ശരി. ഒരുപക്ഷെ നമ്മളൊക്കെയും ഒരു 5-10 കൊല്ലം മുമ്പ് വരെ നമ്മളായിരുന്നു ഏറ്റവും വലിയ ശരികൾ അല്ലെ. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് ഒക്കെ ശരിയായിരുന്നു. നമ്മളുടെ കംപ്ലൈൻസ് മുഴുവനും മറ്റുള്ളവരുടെ തെറ്റുകളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അറിവില്ലാത്ത ആളുകളുടെ പ്രത്യേകതയാണ് ഞാനാ ശരി, മറ്റുള്ളവര് തെറ്റാ, ഞാൻ മാത്രമാണ് ശരി, മറ്റുള്ളവര് തെറ്റാ. കദാലിക ഖാലല്ലദീന ലാ യഅലമൂന മിസ്ല ഖൗലിഹിം, മിസ്ല ഖൗലിഹിം, അവരുടെ ലാ യഅലമൂന ആയിട്ടുള്ള ആളുകളുടെ ഖൗലിനെ പോലെ, അതേപോലെയാണ് ഇവര് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് നമുക്കറിയാം ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും അവരുടെ ഗ്രന്ഥത്തെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ട് അല്ലെ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കിതാബിന്റെ ആൾക്കാർ, അഹ്ലുൽ കിതാബ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ ശരിക്കും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് അവരിലെ പണ്ഡിതന്മാര്, അവരുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് അറിവുള്ള ആൾക്കാര്. മറ്റേ ഗ്രൂപ്പ് ഒന്നും അറിയാത്ത, ജാഹിലിയത്ത് മാത്രം, അവർക്ക് ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാര്. അപ്പൊ ഇന്നത്തെ കാലത്തെ മുസ്ലിങ്ങളുടെയും അവസ്ഥ അതൊക്കെ തന്നെയാണ് അല്ലെ. എല്ലാം അറിയുന്ന ഒരു വിഭാഗമുണ്ട്, എന്നാ ഒന്നും അറിയാത്ത ഒരു വിഭാഗമുണ്ട്. സോ അല്ലദീന ലാ യഅലമൂന, ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും ഒന്നും അറിയാത്ത ആൾക്കാര് ആരെ പോലെയാ പറഞ്ഞത്? ഈ ഗ്രന്ഥം കൊടുത്തിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് അല്ലെ, അറബികള്. അവരും വാദിച്ചത് അവരാ ശരിയെന്ന്. അതേപോലെ ഇവര് ലൈസത്തിൻ നസാറ അലാ ഷൈഇൻ, അല്ലെങ്കിൽ ലൈസത്തിൽ യഹൂദു അലാ ഷൈഇൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പോരടിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ നെഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. സുബ്ഹാനല്ലാഹ്. ഒന്നും അറിയാത്ത ആൾക്കാരെ പോലെ. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഫല്ലാഹു യഹ്കമു ബൈനഹും, അല്ലാഹു വിധി കൽപ്പിക്കും അവരുടെ ഇടയിൽ. യഹ്കുമു, ഫല്ലാഹു യഹ്കുമു ബൈനഹും. യഹ്കുമു, ഹ കാഫ് മീം, ഹുക്കും. ഹുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ്, വിധി. ഓക്കെ. അല്ലാഹു അവരുടെ ഇടയിൽ വിധി കൽപ്പിക്കും. എപ്പോ? യൗമൽ ഖിയാമ, വിധി നിർണയ നാളില്. ഖാഫ് വാവ് മീം, ഖിയാമ. ഫീമ, യാതൊന്നിൽ. ഓക്കെ. കാനു, അവർ ആയിരുന്നു, ഫീഹി, അതിൽ, യഖ്തലിഫൂൻ, ഭിന്നാഭിപ്രായക്കാര്. അപ്പം ഇഖ്തിലാഫ് ഉണ്ടായിരുന്നു അവർക്ക് അല്ലെ. യഖ്തലിഫൂൻ, ഖ ലാം ഫ, ഇഖ്തിലാഫ്, അതായത് ഭിന്നിച്ചിരിക്കുന്നതിനാണ് യഖ്തലിഫൂൻ എന്ന് പറയുന്നത്. അപ്പം അവരുടെ തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങള് അള്ളാഹു സുബ്ഹാനഹു തആല വിധി നിർണയത്തിന്റെ നാളില് അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കും. അപ്പം ഇതിന്റെ അർത്ഥം ഇന്ന്, അതായത് ഭൂമിയിൽ ഇപ്പം അള്ളാഹു സുബ്ഹാനഹു തആല സത്യം കൊണ്ടുവന്നിട്ടില്ല, എല്ലാം അവിടെ വെച്ചാ തീരുമാനിക്കാന്നല്ല. അള്ളാഹു സുബ്ഹാനഹു തആല വൃത്തിയായിട്ട് നമുക്ക് അന്ത്യപ്രവാചകനെ തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നിട്ടുണ്ട്, ഗ്രന്ഥം തന്നിട്ടുണ്ട് അല്ലെ, ഖുർആൻ തന്നിട്ടുണ്ട്. സത്യം അസത്യം വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഹുക്കും എന്ന് പറയുന്നത് എന്താണ്? ഹുക്കും എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 തരത്തിലാണ്, 3 ടൈപ്പാണ്. ഒന്ന് ഹുക്കും അശ്ശറഈ, ഷറഈയായ ഹുക്കും, അതായത് നമുക്കുള്ള ലീഗൽ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ. ദീനിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ലീഗൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ നിസ്കരിക്കാൻ പറഞ്ഞത്, സക്കാത്ത് പറയാൻ പറഞ്ഞത്, അതുപോലെ ഒരുപാട് ഫിഖ്ഹി ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളോട് ചെയ്യാൻ പറഞ്ഞതും ചെയ്യരുതെന്ന് പറഞ്ഞതുമായ കാര്യങ്ങൾ, അതാണ് ഹുക്കും അശ്ശറഈ. ഓക്കെ. ഇനി അടുത്തത് ഹുക്കും അൽ കൗനി. ഹുക്കും അൽ കൗനി, കാഫ് വാ നൂൻ. ഓക്കെ. കൗനി, അല്ല കാഫാണ്, കൗനി. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ സൃഷ്ടികളെ കുറിച്ച്, അവന്റെ സൃഷ്ടികളുടെ കാര്യത്തിൽ എടുക്കുന്ന ഹുക്കുമുകള്, തീരുമാനങ്ങൾ, അതായത് ആരൊക്കെ എപ്പോഴൊക്കെ ജനിക്കണം, ആർക്ക് രോഗം വരണം, ആര് ഹെൽത്തി ആയിരിക്കണം, ആര് വെൽത്തി ആയിരിക്കണം, ആര് എപ്പോൾ മരിക്കണം, അതുപോലെയുള്ള സൃഷ്ടികളുടെ നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനെ ചുറ്റിപ്പറ്റിയുള്ള നിയമങ്ങളാണ് ഹുക്കും അൽ കൗനി. ഓക്കെ. അപ്പം നമുക്കറിയാം യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരൻ ഈജിപ്തില് കുടുങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ സൂറത്ത് യൂസുഫിലെ 80-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഫലൻ അബ്രഹൽ അർദ ഹത്താ യഅ്ദന ലീ അബി ഔ യഹ്കുമ അല്ലാഹു ലീ. അതിനാൽ എന്റെ പിതാവ് എനിക്ക് അനുവാദം തരുകയോ അല്ലെങ്കിൽ അള്ളാഹു എന്റെ കാര്യം തീരുമാനിക്കുകയോ ചെയ്യും വരെ ഞാൻ ഈ നാട് വിടുകയില്ല. ഔ യഹ്കും അല്ലാഹ്, അള്ളാഹു എന്റെ കാര്യത്തിൽ തീരുമാനിക്കുക, അതായത് ഒരു സൃഷ്ടിയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്. ഓക്കെ. അതാണ് ഹുക്കും അൽ കൗനി.
ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഹുക്കും അൽ ജസാഇ. ജസാ ജസാഇ. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടിക്ക് കൊടുക്കുന്ന ജസ, അതായത് പ്രതിഫല പരമായിട്ടുള്ള ഹുക്കും, പ്രതിഫലത്തെ കുറിച്ച്. അതായത് യൗമുൽ ഖിയാമയിലാണ് അല്ലെ പ്രതിഫലം കൊടുക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ജസ കൊടുക്കുന്നത് യൗമുൽ ഖിയാമയിലാണ്. അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുക്കുന്ന ഹുക്കും, അന്നത്തെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് പ്രതിഫലത്തെ കുറിച്ചുള്ള കൽപ്പനയാണ് ഹുക്കുമൽ ജസാഇ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ എന്ന് പറഞ്ഞതിലുള്ള വിധി, അള്ളാഹു കൽപ്പിക്കുന്ന വിധി എന്ന് പറയുന്നത് അവർക്കുള്ള പ്രതിഫലത്തിന്റെ കാര്യത്തിലുള്ള തീരുമാനം അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഖിയാമയിൽ എടുക്കും. പ്രതിഫല ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ട പോലെ കൊടുത്തോളും. അവർക്ക് എന്താണല്ലേ പ്രതിഫലം, ഖൈറാണെങ്കിലും മോശമാണെങ്കിലും അള്ളാഹു കൊടുക്കും. ആര് സത്യത്തിന്റെ മേൽ ഉറച്ചു നിന്നോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കേണ്ട പ്രതിഫലം അള്ളാഹു കൊടുക്കും. ആര് അസത്യത്തിന്റെ മേൽ ഉറച്ചു നിന്നോ അസത്യത്തിന് വേണ്ടി വാദിച്ചോ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തോളും. അപ്പം ഈ ഒരു കാര്യത്തിലുള്ള ഹുക്കും അൽ ജസായി അപ്പോൾ ക്ലിയർ ആവും. ഈ ലോകത്ത് ചിലപ്പോൾ നമുക്ക് ചില സമയത്തെങ്കിലും ചില കാര്യങ്ങൾ കൺഫ്യൂഷനായി തോന്നിയേക്കാം. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആളുകൾ കാണിക്കുന്നത് കാരണം അല്ലേ. ചിലപ്പോൾ ചിലര് വളരെ മോശപ്പെട്ട സ്വഭാവം, വളരെ മോശപ്പെട്ട രീതിയിൽ ആൾക്കാരോട് പെരുമാറുന്നതാക്കുന്നൊക്കെ ഉണ്ടാവും. എന്നാൽ അവരായിരിക്കും ഭൂമിയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. അത് കണ്ടിട്ട് ശരിയായ ദീനിനെ കുറിച്ചുള്ള ഇൽമ ഇല്ലാത്ത ആൾക്കാർ, ഓ എന്നാ പിന്നെ അവരായിരിക്കും ശരി എന്ന് തോന്നിയേക്കാം. അപ്പം ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഭൂമിയിൽ സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ബിഹേവിയർ കാരണം, മാനറിസം കാരണം, യഥാർത്ഥത്തിൽ ഖുർആൻ അല്ലാത്ത രീതിയിൽ ജീവിക്കുന്നത് കാരണം മുസ്ലിങ്ങളെ വെച്ചിട്ട് ഇസ്ലാമിനെ വിലയിരുത്തപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ ഒരു പക്ഷേ ഇതൊക്കെ കൺഫ്യൂസിങ് ആയേക്കാം. ഓക്കെ, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അന്ന് ക്ലിയർ ആക്കും. എല്ലാം അന്ന് ക്ലിയർ ആക്കും അല്ലെ. എല്ലാവരും അവനവൻ അർഹിക്കുന്നത് അള്ളാഹു എല്ലാവർക്കും അന്ന് കൊടുക്കും. ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഇടയിലുള്ള ഒരു ഡിഫറൻസ് അള്ളാഹു എന്താണ് എടുത്തു പറയാണ് അല്ലെ. അവര് ഗ്രന്ഥത്തിന്റെ ആൾക്കാരാണ്, ഒരേ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരാണ്. അത് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഒരൊറ്റ കാര്യത്തിൽ ഒഴികെ രണ്ടു കൂട്ടരും അതുവരെയുള്ള എല്ലാ പ്രവാചകന്മാരിലും ഒരേപോലെ വിശ്വസിച്ച ആൾക്കാരാണ്, ഒരേ പ്രവാചകന്മാരിൽ വിശ്വസിച്ച ആൾക്കാരാണ്. എന്നിട്ടും അവരുടെ ഇടയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തെറ്റാണെന്ന് പറയുന്ന രീതിയിലുള്ള ഡിവിഷൻ, ആ ഒരു വിഭജനം അവരുടെ ഇടയിലുണ്ട്. ഹിസ്റ്ററിയിൽ മൊത്തം നോക്കുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെയും അവർ തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളാണ്, പ്രശ്നങ്ങളാണ്. അവർ വേറെ വേറെ തന്നെയാണ്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തന്നെ ജൂതന്മാരിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഈസാ അലൈഹി ഇസ്ലാം അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരുപാട് അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഭജനങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഒരേ ഗ്രന്ഥത്തിന്റെ ആൾക്കാരായിട്ട്, ഒരേ പ്രവാചകന്മാരെ ഫോളോ ചെയ്ത ആൾക്കാരായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആരുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്, ആരുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്? ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാര്. കാരണം വിവരമുള്ള ആൾക്കാരിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവമാണ് എക്സ്പെക്ട് ചെയ്യുന്നില്ല, റെസ്പെക്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അതവർ ചെയ്തിട്ടില്ലെങ്കിൽ അവര് അറിവില്ലാത്ത ആൾക്കാർക്ക് തുല്യമാണ്. നമ്മൾ ഈ ഒരു ആയത്ത് നമ്മളെ കുറിച്ച് പ്രത്യേകം ഇന്നത്തെ കാലത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. നമ്മളെ ഇന്നത്തെ കൗമ്, ഇസ്ലാമിക മുസ്ലിം ജനതയുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, സുബ്ഹാനല്ലാഹ്. ഒരാൾ ഒരു രീതിയിൽ നിസ്കരിക്കുന്നു, വേറൊരാൾ വേറൊരു രീതിയിൽ നിസ്കരിക്കുന്നു. അപ്പോഴേക്ക് അവന്റെ നിസ്കാരം ശരിയില്ല കേട്ടോ, കാഫിറാണ്, മുശ്രിക്കാണ്. സുബ്ഹാനല്ലാഹ്. അവന് സത്യം അറിയില്ല, അല്ലെങ്കിൽ അവന് ദീൻ അറിയൂല. അപ്പോഴേക്ക് നമ്മൾ കുറ്റപ്പെടുത്തലും ടാഗ് ചെയ്യലും പേര് കൊടുക്കലും ആയി അല്ലേ. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ഒരേ ബുക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, ഒരേ ഗ്രന്ഥത്തിന്റെ ആൾക്കാരാണ്, ഒരേ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് നമ്മൾ അവരെ പോലെ അല്ലേ, ഓ അവന് യാതൊരു അടിസ്ഥാനവും ഇല്ല, ഇവന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന ചിന്തയോടുകൂടി നമ്മൾ ആൾക്കാരെ നോക്കുകയാണ്. ഇത് വലിയ ഒരു ഡിവിഷൻ ഉണ്ടാക്കും അല്ലെ, വെറുപ്പുണ്ടാക്കും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള വെറുപ്പുണ്ടാകുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് നമ്മളുടെ മെയിൻ പേർപ്പസ് അങ്ങ് മറന്നു പോകും. നമുക്ക് മെയിൻ ആയിട്ട് ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലേ, എങ്ങോട്ടാണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അല്ലേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇബാദത്ത് ചെയ്തുകൊണ്ട്
അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടികളാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ നിസ്കാരം എന്ന് പറയുമ്പോൾ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനുള്ളതാണ് അല്ലേ? അപ്പം അവനെന്നാ അത് ചെയ്യുന്നത് ശരിയല്ല, ഇവൻ ആ പറയുന്നത് ശരിയല്ല, ആ സുജൂദിൽ കൈ വെക്കുന്ന കാല് വെക്കുന്നത് ഓൻ്റെത് ശരിയല്ല, നമ്മൾ അതിനകത്തൊക്കെ പെട്ടുപോകും. സുബ്ഹാനല്ലാഹ്. പല കാര്യങ്ങളും ഞാൻ വെറുതെ ഒരു പോയിന്റ് എടുത്തിട്ടു എന്നേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളുടെ മേൽ ഡിസ്കഷനും ആർഗ്യുമെന്റും അല്ലേ, വീണ്ടും 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 അത് കുറ്റപ്പെടുത്തലും അതിന്റെ തെളിവ് കൊണ്ടുവരലുമായിട്ട് നമ്മൾ അതിനകത്ത് പെട്ടുപോകും. ഇബ്ലീസിന് ഹാപ്പിയാവും അല്ലേ? നമ്മളുടെ മെയിൻ പേർപ്പസ് നമ്മളങ്ങ് മറന്നുപോകും. സുബ്ഹാനല്ലാഹ്. ഓ, അവന് കൈ പൊക്കുന്നത് കണ്ടോ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തോള് വരെ പൊക്കുന്നില്ല, വയറിന്റെ അവിടം വരെയാ പൊക്കുന്നത്. അല്ലെ, ഓന്റെ കൈ കെട്ടുന്നത് കണ്ടോ, താഴത്താണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആളുകള് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോൾ അവര് ദീനിന്റെ റൂഹ് മറന്നു പോവാണ് അല്ലേ? നമ്മുടെ ദീനിന്റെ റൂഹ് എന്ന് പറയുന്നത് നമ്മുടെ ഇബാദത്താണ്. ഇത് തന്നെയാണ് അടുത്ത ആയത്തിൽ നമുക്ക് കാണാനുള്ളത്. ഒരുപാട് സിനാരിയോയില് ഈ ഒരു കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ കാലത്ത് പല പല ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പല കാര്യത്തിലും വരും, ഭിന്ന അഭിപ്രായങ്ങൾ അല്ലേ? പ്രത്യേകിച്ച് ഇപ്പം റീസെന്റ് കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ചന്ദ്രനെ കാണുന്ന കാര്യത്തില്, മാസം തുടങ്ങുന്നത് എന്ത് വെച്ച് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യത്തില്, അറഫ ദിവസം ഏതാന്നുള്ള കാര്യത്തില് ഒരുപാട് കാര്യങ്ങൾ വരും. നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പെട്ട് അത് ഡിസ്കസ് ചെയ്ത് ചൊറിഞ്ഞ മാന്തി പുണ്ണാക്കി അത് ചെയ്തവരെ കുറ്റപ്പെടുത്തി അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് മെസ്സേജ് അയച്ച് നമ്മുടെ ഒരു പക്ഷേ എത്രയോ വക്ത് നമസ്കാരങ്ങൾ അതിന്റെ പേരിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആരാ ഹാപ്പി ആവാ? ഇബ്ലീസ്. പല ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഡിഫറൻസിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിലല്ല കേട്ടോ, ഇത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്, കേരളത്തിലത്തെ കഥയിലേ നമുക്ക് അറിയുള്ളൂ, അതുകൊണ്ട് പറയാം. ഓരോ ഗ്രൂപ്പുകൾ അവരവരുടെ പേരുകൾ അല്ലെ, അവര് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനുള്ള എതിർപ്പുകൾ. സുബ്ഹാനല്ലാഹ്. ഒരങ്ങനെ ചെയ്ത് ഇവരിങ്ങനെ ചെയ്ത് അവര് നമ്മളുടെ സമയമൊക്കെ അതിനകത്ത് പോവാണ്. സുബ്ഹാനല്ലാഹ്. അത് മെയിൻ സ്ട്രീമിൽ അത് ചെയ്യുന്നവര്, സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നവരും അതിനെതിരെ എഴുതുന്നവരും ഒരു വഴിക്കുണ്ട്. അതിന് പുറമെ നമ്മളും അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോരുത്തർ അയച്ച യൂട്യൂബ് വീഡിയോ കണ്ടോ സമസ്തനെ കുറിച്ച് പറയുന്നത്, മറ്റവരെ കുറിച്ച് പറയുന്നത് അല്ലേ, അത് കണ്ട് കളയുന്ന സമയം നമ്മുടെ മെയിൻ പേർപ്പസിൽ നിന്ന് മാറിപ്പോവാണ്, നമ്മുടെ ഇബാദത്തിൽ നിന്ന് മാറിപ്പോവാണ്. സുബ്ഹാനല്ലാഹ്. ഇനി പണ്ഡിതന്മാർക്കെതിരെയുള്ള റെഫ്യൂട്ടേഷൻസിലെ ആ പണ്ഡിതൻ ശരിയല്ല, അയാൾ അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയ ആളാണ്, അയാൾ പറഞ്ഞത് ആ ഒരു ക്ലാസ്സിൽ അന്ന് ആ 3-ാമത്തെ സെക്കൻഡിൽ പറഞ്ഞ ആ കാര്യം ഭയങ്കര തെറ്റാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനായി, ഫോർവേഡ്സ് ആയി, അത് അങ്ങോട്ട് പറയലായി ഇങ്ങോട്ട് പറയലായി, ഫിത്ന പെരുപ്പിക്കലായി. ഈവൻ നമ്മൾ തമ്മിൽ, നമ്മളുടെ ഇടയിലുള്ള ടീച്ചേഴ്സ് തമ്മിൽ, ഈ ടീച്ചർ അന്ന് അങ്ങനെ പറഞ്ഞു, ആ ടീച്ചർ ഇന്ന് ഇങ്ങനെ പറഞ്ഞു. ഇബ്ലീസ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു ഡിഫറൻസ്, ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ പിന്നാലെ ഇബ്ലീസ് ഓടിക്കും. എന്നിട്ട് നമ്മളുടെ ഇബാദത്തായിരുന്നു എന്റെ പേർപ്പസ് എന്ന് മറന്ന് കളയാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് പ്രേരിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ ആണ് അന്ന് അവർക്ക് അവരുടെ കാര്യത്തില് വിധി കൽപ്പിക്കുന്നത് അന്ത്യനാളില്. നിനക്ക് ഡിഫറൻസസ് ഉണ്ടെങ്കിൽ വിട്ടേക്ക്, അള്ളാന്റെ അടുത്ത് പറയേ, നീ വഴി കാണിച്ചാ റബ്ബേ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പണ്ഡിതനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ, ഏതെങ്കിലും ഒരു സെക്റ്റിനെ, ഏതെങ്കിലും ഒരു ലീഡറെ, ഏതെങ്കിലും ഒരു ടീച്ചറെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അവര് പറഞ്ഞത് നിങ്ങൾ കൺവിൻസ്ഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ പ്രൂഫുകൾ നിങ്ങൾക്ക് ബോധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്ക്. ഹിദായത്ത് അള്ളാഹുവിൽ നിന്നാണ് വരേണ്ടത്. അള്ളാഹ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കാണിച്ചു തരും. ഓരോ അവസരത്തിലും നിങ്ങൾക്ക് വേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ചു തരും. എനിക്ക് വേണ്ടത് അള്ളാഹു കാണിച്ചു തരും. അള്ളാന്റെ അടുത്ത് ചോദിക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ മറന്നേക്ക്. അതൊരു പബ്ലിക് സംസാരത്തിലേക്ക് കൊണ്ടുവന്ന് ഡിഫറൻസ് ഉണ്ടാക്കി അതിന്റെ പേരിൽ നമ്മുടെ വക്തുകൾ, നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി, നമ്മുടെ ദിക്റുകൾ നഷ്ടപ്പെടുത്തി, നമ്മളെ ഇബ്ലീസ് നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ മനസ്സിലാക്കുക പോലും ചെയ്യാതെ ഫിത്ന പെരുപ്പിച്ച്, ചിലപ്പോൾ ഒരു ഫിത്നയുടെ ഒരു സ്പാർക്കേ നമ്മൾ ഇട്ടിട്ടുണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ ഒരു സ്പാർക്ക് മതി കത്തിപ്പടരാൻ വേണ്ടിയിട്ട്. അതിന്റെ പ്രതിഫലം, ഈ സ്പാർക്ക്, ഈ ഫിത്നയുടെ സ്പാർക്കിന്റെ എല്ലാ പ്രതിഫലവും നമുക്ക് മടങ്ങല്ലേ. അത് എവിടേക്ക് എത്തിയിട്ടുണ്ടോ അത്രയും നമുക്ക് മടങ്ങാണ് ആ ശിക്ഷ. സുബ്ഹാനല്ലാഹ്. എല്ലാവരും അത് സ്പ്രെഡ് ചെയ്യുന്ന എല്ലാവരുടെയും. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും പറയുന്നത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പണ്ഡിതൻ പറയുന്നത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പണ്ഡിതൻ തെറ്റാണെന്നോ എന്തെങ്കിലും നിങ്ങൾ എവിടെന്നെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ നിർത്തുക, നിങ്ങളങ്ങ് ഒഴിവാക്കിയേക്ക്. ഒന്നെങ്കിൽ ആ പണ്ഡിതൻ പറഞ്ഞ ആ ക്ലാസ് ഒഴിവാക്കിയേക്ക്, അല്ലെങ്കിൽ ആ പണ്ഡിതനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയേക്ക്.
ആ ഗ്രൂപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയേക്ക്, ആ ടീച്ചർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയേക്ക്, അല്ലെങ്കിൽ ആ ക്ലാസ് ഒഴിവാക്കിയേക്ക്. എന്നിട്ട് റബ്ബിന്റെ അടുത്ത് ഹിദായത്തിനെ ചോദിക്ക്. സുബ്ഹാനല്ലാഹ്. ചില സമയത്തുണ്ടല്ലോ നമുക്ക് നമ്മളെ ലൈഫിലെ ഒരു സ്റ്റേജിൽ മേ ബി ഒരു 20 മുതൽ 25 വരെയുള്ള വയസ്സിൽ നമുക്ക് ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പണ്ഡിതനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഉപയോഗിക്കുന്നത് നമ്മളിലേക്ക് എത്തിക്കാൻ. ആ 25 വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ വേറൊരാളിലേക്ക് എത്തിക്കും. അതിന്റെ അർത്ഥം ഒരു പക്ഷേ നമ്മളെ 21 മുതൽ 25 വരെ വയസ്സ് വരെ പഠിപ്പിച്ച പണ്ഡിതൻ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകൻ അവർ തെറ്റാണെന്നല്ല. നമ്മൾക്ക് അവരിൽ നിന്ന് എടുക്കേണ്ട ടൈം കഴിഞ്ഞു. നമ്മൾ അടുത്ത ലെവലിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊണ്ടുപോവാണ്. അങ്ങനെ മനസ്സിലാക്കുക. ഈ പണ്ഡിതനെ ഉപയോഗിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല വേറെ ഒരുപാട് ആളുകൾക്ക് അവരുടെ ലെവലിൽ നിന്ന് ഇൽമ കൊടുക്കുന്നുണ്ടാവും. കാരണം അള്ളാഹു ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഈ ഇൽമ, ഈ ഹിദായ എന്ന് പറയുന്നത്. നമ്മൾ അവരെ കുറിച്ച് ഇനി എന്തെന്നെ സ്പ്രെഡ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു തആല ആ ആളെ ഉപയോഗിച്ച് ഇൽമ ഒരാളിലേക്ക് എത്തിക്കണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഹിദായത്ത് ഒരാളിലേക്ക് എത്തിക്കണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് എത്തിക്കും. നമ്മൾ കാണുന്നില്ലേ അല്ലേ? എത്ര ആൾക്കെതിരെ എത്ര റെഫ്യൂട്ടേഷൻസ് ഉണ്ട്, എത്ര എതിർപ്പുകളുണ്ട്. അവരൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നില്ല അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാളെ ഉപയോഗിച്ച് വഴികേടിലാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് തന്നെ ചെയ്യും. നമുക്ക് തടയാൻ പറ്റൂല. സോ ഫിത്ന നെറ്റ്വർക്കിൽ പെട്ടു പോവാതിരിക്കാൻ ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രോമിസ് ആണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഹിദായത്ത്. അള്ളാഹു ആണ് അല്ലമൽ ഖുർആൻ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. അള്ളാഹു ആണ് ഖുർആൻ പഠിപ്പിച്ചവൻ അല്ലേ? അള്ളാഹു ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ആണ് ഹിദായത്ത് തരുന്നത്. അപ്പൊ നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അതിന്റെ പേരിൽ വെറുപ്പ് സ്പ്രെഡ് ചെയ്യണ്ട. അത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, കിതാബ് കൊടുക്കാത്തല്ലേ ലാ യഅലമൂനായിട്ടുള്ള ആളുകളുടെ കൗലിനെ പോലെ തന്നെ, മിസ്ല കൗലിഹിം, അവരുടെ കൗലിനെ പോലെ തന്നെ ആയി മാറുകയാണ് നമ്മൾ. അവൻ തെറ്റാ ഇവൻ തെറ്റാ, അവൻ ചെയ്തത് അതാണ് ഇവൻ ചെയ്തത് അതാണെന്ന് പറയുമ്പോൾ. ഒരേ ഗ്രന്ഥം ഫോളോ ചെയ്യുന്ന ആളുകൾ തമ്മിൽ ഇത് പറയുമ്പം കൗല്, അതായത് ഗ്രന്ഥം കൊടുക്കാത്ത ആൾക്കാരെ പോലത്തെ വിവരക്കേടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഹേറ്റ്രഡ് ദയവ് ചെയ്ത് സ്പ്രെഡ് ചെയ്യണ്ട, വെറുപ്പ് സ്പ്രെഡ് ചെയ്യണ്ട, ഫിത്നകൾ സ്പ്രെഡ് ചെയ്യണ്ട. അത് 10 മടങ്ങായിട്ട് പരലോകത്ത് ചെന്ന് മടങ്ങും. സുബ്ഹാനല്ലാഹ്. നമ്മളാ കൊളുത്തിവിട്ട ആ ഒരു ഫിത്ന പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ, ഈ ഒരു നെറ്റ്വർക്ക്, വാട്സപ്പ് നെറ്റ്വർക്കിലൊക്കെ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവാൻ ഭയങ്കര ഈസി. വളരെ സീക്രട്ട് ആയിട്ടായിരിക്കും നമ്മൾ വേറെ ആളടുത്ത് പറയുന്നത്. ആ സീക്രട്ട് അവർ വളരെ സീക്രട്ട് ആയിരിക്കും വേറെ ഒരാളടുത്ത് പറയുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ സീക്രട്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാത്ത ഒരാളുണ്ടാവും. അവര് ചിലപ്പോൾ അതിനെ പബ്ലിക്കായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യും. ഇതിന്റെ ഒക്കെ മടങ്ങുക നമ്മക്കാ. ഓക്കെ? അപ്പൊ നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്ക് അവരെ. അള്ളാഹുവിനറിയാം ഓരോരുത്തരുടെ ഹൃദയത്തിലേക്കും എത്തിക്കേണ്ടത് എന്താണ്. ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മോശം ആളുകളെ ഉപയോഗിച്ചിട്ടായിരിക്കും ഏറ്റവും ബെസ്റ്റ് ലെസൺസ് പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് തീരുമാനിച്ചോളും. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മൾ എടുക്കുന്ന ഇൽമ് ഏറ്റവും ബെസ്റ്റ് സോഴ്സിൽ നിന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആര് നമുക്ക് എന്ത് സജസ്റ്റ് ചെയ്ത് തന്നാലും അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്യുക. ഇത് നല്ലതാണ്, അത് നല്ലതാണ്, അവിടെ നിന്ന് പഠിച്ചോന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസ് ഉള്ള ഒരു മനസ്സോട് കൂടി ദുആ ചെയ്യുക. അള്ളാഹുവെ ഏറ്റവും ഹൈറായതിലേക്ക് നീ എന്നെ എത്തിക്കണേ അല്ലേ? ഹക്കായിട്ടും ബാത്തിലായിട്ടുമുള്ള ഇൽമിലേക്ക് നീ എന്നെ എത്തിക്കണേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രോമിസ് എന്തായാലും അള്ളാഹു സുബ്ഹാനഹു തആല കീപ്പ് ചെയ്യും. നമ്മൾ ഏറ്റവും ബെസ്റ്റ് സോഴ്സിൽ നിന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു സോഴ്സ് നമുക്ക് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അള്ളാഹുമായിട്ട് ഷൂറ നടത്തിയിട്ട് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ അത് ഒഴിവാക്കും. അള്ളാഹു വേറെ സ്ഥലത്ത് നിന്ന് നമുക്ക് ഇൽമ എത്തിക്കും. പക്ഷെ ഫിത്ന നെറ്റ്വർക്കിൽ പെട്ടുപോണ്ട. അത് അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ കമ്പയർ ചെയ്യുന്നത് കിതാബ് കൊടുക്കാത്ത, യാതൊരു വിവരവും ഇല്ലാത്ത ആളുകളുടെ കൗല് പോലെയാണ് ഇതെന്നാണ്. ഓക്കെ? അപ്പം നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക, അള്ളാഹു സുബ്ഹാനഹു തആല എന്താക്കിക്കോളും, വിധിച്ചോളും അല്ലേ? ആ ദിവസം യൗമുൽ ഖിയാമയിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിധിച്ചോളും. അള്ളാന്റെ ഡ്യൂട്ടിയാണ് ഈ ജഡ്ജ്മെന്റ്. അള്ളാഹുവിന്റെ അൽ ഹക്കീം എന്നുള്ള പേര് നമുക്ക് തന്നിട്ടില്ല. അള്ളാഹുവിന്റെ ആ ഹുക്മ ചെയ്യാന്നുള്ള, അല്ലെങ്കിൽ വിധി നിർണ്ണയിക്കാന്നുള്ള ആ ഒരു സിഫത്ത് നമുക്ക് തന്നിട്ടില്ല. നമ്മളെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അബദ് എന്നുള്ള ഒരു സംഭവം മാത്രമല്ല, ഇബാദ ചെയ്യാന്നുള്ള അള്ളാഹുവിന്റെ ഈ പറഞ്ഞ ഡ്യൂട്ടീസ് ഒന്നും നമ്മൾ ഏറ്റെടുക്കുക വേണ്ട. ഓക്കെ? നമ്മൾ നമ്മളുടെ ഇബാദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ ഒരാൾക്ക് ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഇബാദത്തിന്റെ ഭാഗമാണ്. ഓക്കെ? അല്ലാതെ അവരെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് അല്ല നമ്മൾ പറയുന്നത്. നമ്മളുടെ ഇബാദത്താണ്, നമ്മളുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാം, അള്ളാഹുവിന്റെ ഹക്കുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ദുനിയാവിലുള്ള എല്ലാരെയും കറക്റ്റ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം സ്വന്തം ഷോൾഡറിൽ എടുത്ത് വെക്കണ്ട.
നമുക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ദഅവ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അജ്ർ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തു മുന്നോട്ട് പോവാം. അല്ലാതെ ഞാൻ അൽ ഹാദിയാണ്, ഞാൻ അൽ അലീമാണെന്നുള്ള ചിന്തയോടുകൂടി ആരും ദഅവ ചെയ്യേണ്ട. അത് അള്ളാന്റെ ഡ്യൂട്ടിയാണ്, അള്ളാന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ പേരുകളാണ്, അള്ളാന്റെ പ്രോമിസ് ആണ്. അത് അള്ളാഹ് ചെയ്തോളും. ഓക്കെ, ഓരോരുത്തർക്കും വേണ്ട ഇൽമ്, ഓരോരുത്തർക്കും ഓരോ സമയത്തും വേണ്ട ഇൽമ്, ഓരോരുത്തർക്കും ഓരോ സമയത്തും എത്തിക്കേണ്ട രീതിയിലുള്ള ഹിദായത്ത്, അത് ഹിദായത്തുൽ ഇൽമി ആയിക്കോട്ടെ, ഹിദായത്തുൽ അമലി ആയിക്കോട്ടെ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളിൽ ഉള്ളതിനനുസരിച്ച് എത്തിച്ചോളും. അപ്പൊ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എന്റെ ഹൃദയത്തിലുള്ളതിനനുസരിച്ചാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഈ കേൾക്കുന്നവരിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ളതിനനുസരിച്ചാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്, അതിൽ നിന്ന് ഹിദായത്ത് കിട്ടുന്നത്. എന്നെക്കാളും ഒരുപാട് ലെവൽ അധികമുള്ള ആളുകൾ ഈ ക്ലാസ്സിലിരുന്ന് എനിക്ക് മനസ്സിലാവുന്നതിനേക്കാളും അധികം മനസ്സിലാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അതേപോലെ ഒരുപാട് താഴെ നിന്ന് മനസ്സിലാവുന്ന ആൾക്കാരുണ്ടാവും. നമ്മളുടെ ഹൃദയത്തിനുള്ളിലുള്ളതിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമും ഹിദായത്തും എത്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ എല്ലാവരെയും കറക്റ്റ് ചെയ്യുന്ന ഉത്തരവാദിത്വവും, എല്ലാ പണ്ഡിതന്മാരെയും കറക്റ്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം, എല്ലാവരെയും കുറ്റം സ്പ്രെഡ് ചെയ്യുന്ന ഉത്തരവാദിത്വം ഒന്നും നമ്മൾ എടുക്കണ്ട. നമ്മളുടെ മെയിൻ ഫോക്കസ് ഒരിക്കലും എന്ത് ചെയ്യുമ്പോഴും മറന്നു പോകണ്ട. അത്രയും സെൽഫിഷ് ആയിട്ട് നമ്മൾ നമ്മളുടെ ഇബാദത്ത് എന്ന് പറയുന്നത് അതിൽ ഫോക്കസ്ഡ് ആയിരിക്കുക. എന്ത് ചെയ്യുമ്പോഴും അതിൽ നിന്നൊരു ബിസിനസ് ഉണ്ടാക്കുക, നിങ്ങൾ അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുക. നമ്മളുടെ ഇബാദത്ത് ചെയ്തിട്ട് അതും കൊണ്ട് എനിക്ക് പോവാനുള്ളതാണെന്ന് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതൊക്കെ ഇബാദത്താക്കി മാറ്റാൻ ശ്രമിക്കുക. അല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ അൽ ഹാദിന്റെ കുപ്പായവും അൽ അലീമിന്റെ കുപ്പായവും അൽ ഹക്കീമിന്റെ കുപ്പായം ഒന്നും എടുത്തിടേണ്ട. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രം ഫിറ്റ് ആവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇത് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയാനുള്ള കാരണം വെച്ചാൽ ഒരുപാട് ഫിത്നകൾ സ്പ്രെഡ് ആവുന്നുണ്ട്, ഒരുപാട് ഇതുപോലെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വരാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുമ്പം ഇത് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ കൺസേൺഡ് ആവാം. നമ്മളെ ഇബാദത്തിനെ കുറിച്ച്, നമ്മളുടെ പരലോകത്തിനെ കുറിച്ച്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എന്ത് ഹുക്കുമാണ് വെച്ചിരിക്കുന്നത് അതിനെ കുറിച്ച് കൺസേൺഡ് ആവാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കട്ടെ. ആമീൻ. തുടർന്ന് 114-ാമത്തെ ആയത്തില് ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. അള്ളാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും അവയുടെ, അതായത് പള്ളികളുടെ തകർച്ചയ്ക്കായി ശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അതിക്രമി ആരുണ്ട്? ഭയപ്പാടോടു കൂടിയല്ലാതെ അവർക്ക് ആ പള്ളികളിൽ പ്രവേശിക്കാവതല്ലായിരുന്നു. അവർക്ക് ഇഹലോകത്ത് നിന്ദ്യതയാണുള്ളത്, പരലോകത്താകട്ടെ കഠിന ശിക്ഷയും. വമൻ ആര്, അദ്ലമു ഏറ്റവും വലിയ അക്രമി, ദുൽമ് ലാം മീമ്, അദ്ലം അക്ബർ ഫോമാറ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം കബീർ, അക്ബർ, ദാലിം, ദുൽമ്, അദ്ലം. മിമ്മൻ ഒരുത്തനേക്കാൾ, മിൻ പ്ലസ് മൻ യാതൊരുവനേക്കാൾ, മനഅ മീം നൂൻ ഐൻ, മനഅ തടഞ്ഞു. ഓക്കെ, അവൻ തടഞ്ഞു. മസാജിദ സീൻ ജീം ദാൽ പള്ളികൾ, അല്ലാഹി അള്ളാഹുവിന്റെ, അയ്യുദ്കറ സ്മരിക്കപ്പെടുന്നതിൽ നിന്ന്, ദാലിക അഫ്റ, ഫീഹ അവയിൽ, ഇസ്മുഹു അവന്റെ പേര്. ഓക്കെ, ഇസ്മു പ്ലസ് ഹു അള്ളാഹുവിന്റെ നാമം. സീൻ ഐൻ യാ വസഅ പരിശ്രമിക്കുകയും ചെയ്തു. ഫി ഖറാബിഹ ഖറബ അവയുടെ നാശത്തിൽ നിന്ന്, ഉലൈക അക്കൂട്ടർ, മാ കാന ആവുകയില്ല, ലഹും അവർക്ക്, അയ്യദ്ഖുലൂഹ ലാം അവയിൽ പ്രവേശിക്കാൻ, ഇല്ല അല്ലാതെ, ഖായിഫീൻ വാവ് ഫ. ഓക്കെ, ഖായിഫീൻ ഭയപ്പെടുന്നവരായിട്ട്, ഖൗഫിൽ നിന്നുള്ള വാക്ക്. ലഹും അവർക്കുണ്ട്, ഫിദ്ദുന്യ ഈ ദുനിയാവിൽ, ദാൽ നൂൻ വ, ഖിസ്യുൻ ഖസീനിയ മുമ്പ് കണ്ടിട്ടുള്ള വാക്ക് തന്നെയാണ്, നിന്ദ്യത, ഇഹലോകത്തിൽ നിന്ദ്യത. വലഹും അവർക്കുണ്ട്, ഫിൽ ആഖിറതി പരലോകത്ത്, ഹംസ ഖാറ, അദാബുൻ ശിക്ഷ, ഐൻ ദാൽ ബ, അദീമുൻ വമ്പിച്ച മഹത്തായ ഭയങ്കരമായ, ഐൻ ദാദ് മീം. അപ്പൊ വമൻ അദ്ലമ ആരാണ് ഏറ്റവും വലിയ അക്രമി, ഏറ്റവും വലിയ അനീതി പ്രവർത്തിക്കുന്നവൻ, മിമ്മൻ യാതൊരുവനേക്കാൾ, മനഅ മസാജിദ് അല്ലാഹി അള്ളാഹുവിന്റെ മസ്ജിദുകൾ, അള്ളാഹുവിന്റെ പള്ളികള്
എന്താണ് തടഞ്ഞവൻ, ഓക്കെ, തടസ്സമുണ്ടാക്കിയവൻ. അൻ യുദ്കറ ഫീ ഹസ്മുഹു, അതായത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നാമം ഓർമ്മിക്കപ്പെടുന്നതിൽ നിന്ന്. ഓക്കെ, അവിടെ അള്ളാഹുവിന്റെ നാമം ഓർമ്മിക്കപ്പെടുന്നതിൽ നിന്ന്. അപ്പോൾ ഈ ആളുകൾ തമ്മിലുള്ള വലിയ ഡിവിഷൻ അല്ലെ, ആളുകൾ അറിവുള്ള ആൾക്കാർ തമ്മിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീ തെറ്റാ ഞാൻ തെറ്റാ, നീ തെറ്റാ ഞാൻ തെറ്റാ എന്ന് പറയുമ്പോൾ അതെന്തിലേക്കാ എത്തിക്കുന്നത്? ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതിലേക്ക്. സുബ്ഹാനല്ലാഹ്, എന്തൊരു സത്യാലേ. ആൾക്കാര് ഇതിൽ കോൺസെൻട്രേറ്റഡ് ആവുമ്പം, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയും ചളിവാരി എറിയുകയും ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റഡ് ആവുമ്പോൾ ശരിക്കും ആൾക്കാരെ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന്, ഇബാദത്തിൽ നിന്ന് എന്താണ് പിന്തിരിപ്പിക്കപ്പെടുകയാണ്, തടയപ്പെടുകയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്, ശരിക്കും ഇത് വലിയ വലിയ എന്താണ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്കൊന്നും ചിന്തിക്കണ്ട. നമ്മളൊക്കെ ഇടയിലുള്ള കുഞ്ഞു കുഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും വീണ്ടും, പ്രത്യേകിച്ച് ദീനിന്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആ സമയം അത്രയും നമുക്ക് ഇബാദത്ത് ചെയ്യാലാണ് നമ്മളുടെ ഡ്യൂട്ടി നമുക്ക് മറന്നു പോവാണല്ലേ. നമ്മൾ ഒരു പക്ഷേ ആ ഒരു ഫർദായിട്ടുള്ള ഒരു നിസ്കാരത്തിന്റെ സമയം തെറ്റിപ്പോകുന്നത് പോലും നമ്മൾ പലപ്പോഴും അറിയാറില്ല. ഇതിനകത്ത് നമ്മൾ അങ്ങ് മുഴുകുമ്പോൾ അവര് ചെയ്ത തെറ്റും ഇവര് പറഞ്ഞ തെറ്റും എടുത്ത് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇപ്രകാരം ആൾക്കാരുടെ ഇടയിലുള്ള ആ ഒരു ഇഖ്തിലാഫ്, ആ ഒരു ഭിന്നത ആളുകളെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് മനാ ചെയ്യാണ് അല്ലെ, തടയുകയാണ്. സോ വമൻ അദ്ലമ, ഒരാള് അതിനേക്കാൾ വലിയ അക്രമിയായിട്ട് ആരുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും മനുഷ്യന്മാരെ തടയുന്നതിനേക്കാൾ വലിയ ദുൽമ എന്തുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, അപ്പൊ നമ്മൾ അതിനകത്തൊക്കെ പെട്ടുപോകുമ്പോൾ എന്തൊരു വലിയ ദുൽമിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കാം. അദ്ലമ, ദോദ് ലാം മീം, ദുൽമ. ദുൽമ എന്ന് വെച്ചാൽ ഇൻജസ്റ്റിസ്, അനീതി. ദുൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഖ്സ് എന്നുള്ള വാക്കാണ്. നഖ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അയാൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളിൽ കുറവ് വരുത്താം, അവരുടെ അവകാശങ്ങൾ എന്തെങ്കിലും പിടിച്ച് വെക്കുക. നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുള്ള അവകാശം പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ അനീതി അല്ലേ. സുബ്ഹാനല്ലാഹ്, ഒരാൾ എന്തോ എന്തോ ഒന്ന് അർഹിക്കുന്നുണ്ട്, പക്ഷെ അയാൾക്ക് നമ്മളത് കൊടുക്കുന്നില്ല. അപ്പം അതിനേക്കാൾ അനീതി കാണിക്കുന്നവൻ വേറെ ആരും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് വമൻ അദ്ലമ. ഖുർആനിൽ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ഇതുപോലെ അള്ളാഹു അതിന്റെ ആ ഒരു ഗാംഭീര്യത്തെ, അത് ആ ഒരു പ്രശ്നത്തിന്റെ എന്താ പറയാ പീക്ക്, അത് ഇത്രയും എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ്, സിവിയർ ആണെന്ന് കാണിക്കാൻ വേണ്ടി, പിടിച്ചു കുലുക്കാൻ വേണ്ടി, ഇതിനേക്കാൾ മോശപ്പെട്ടവൻ ആരുണ്ട്, ഇതിനേക്കാൾ അക്രമിയായവൻ ആരുണ്ട്, ഇതിനേക്കാൾ നാശകാരിയായവൻ ആരുണ്ടെന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്ന ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാം. ഇതിന്റെ അർത്ഥം അവനേക്കാൾ മോശപ്പെട്ടവൻ വേറെ ഇല്ല എന്നല്ല കേട്ടോ. പക്ഷെ ഈ ഒരു ദുൽമിന്റെ പീക്കാണ് ഇത്. ദുൽമ്, ഈ ചെയ്യാവുന്ന ദുൽമുകളുടെ ഏറ്റവും പീക്കാണ് ഇത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു തരാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ പറയില്ലേ ആ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു എന്ന്, അതേപോലെ അള്ളാഹു പറയാണ് ഇതിനേക്കാളും മോശപ്പെട്ട, ഇതാണ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു ദുൽമ. വമൻ ഔലമ മിമ്മൻ, മിമ്മൻ എന്ന് പറഞ്ഞാല് മിൻ പ്ലസ് മൻ. മിൻ എന്ന് പറഞ്ഞാൽ ആര്, സോറി, മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്, ഫ്രം. മൻ എന്ന് പറഞ്ഞാൽ ആര്. ഓക്കെ, അവരെക്കാൾ അല്ലെങ്കിൽ അവരിൽ നിന്ന്, അവരെക്കാൾ മോശമായിട്ടുള്ള അല്ലെങ്കിൽ അവരെക്കാൾ അതിക്രമിയായിട്ടുള്ള ആരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു ഹർക്കത്തിന്റെ വ്യത്യാസമുള്ളൂ കേട്ടോ മിന്നും മന്നും തമ്മിൽ. മന, മീം നൂൻ ഐൻ. മന എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് തടയുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ നിന്ന് തടയുക. അത് വാക്കുകളാലേ ആവാം, പ്രവൃത്തികളിലൂടെ ആവാം. ആരെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഇല്ല നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാവാം നമുക്കത് കൈകൊണ്ട് തടഞ്ഞു വെക്കുകയും ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും രീതിയിൽ അതിന് അവരുടെ ഒരു ആക്ഷനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിനാണ് മന എന്ന് പറയുന്നത്. ഓക്കെ, മന മസാജിദ് അള്ളാഹി, അള്ളാഹുവിന്റെ മസ്ജിദുകൾ. മസ്ജിദിന്റെ പ്ലൂറലാണ് മസാജിദ്. മസാജിദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മസ്ജിദ് എന്ന് പറയുന്ന വാക്ക് സീൻ ജീം ദാൽ, സജദ അല്ലെ, സജദ, സജദ സുജൂദ്, അതിൽ നിന്ന് വരുന്നതാണ് മസ്ജിദ്. അപ്പൊ മസ്ജിദ് എന്ന് പറയുന്നത് ഇസ്മു ദോർഫാണ്. ഇസ്മു ദോർഫ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയം അല്ലെങ്കിൽ സ്ഥലം, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയം അല്ലെങ്കിൽ സ്ഥലത്തിനെ സൂചിപ്പിക്കാനുള്ള വാക്കാണ്. അപ്പൊ സജ്ദ ചെയ്യുന്ന സ്ഥലം, സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ് മസ്ജിദ്. ഓക്കെ, അപ്പം
ആൾക്കാർ നിസ്കരിക്കുന്ന അല്ലെങ്കിൽ സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ് മസ്ജിദ്. അപ്പൊ മസ്ജിദിന്റെ പ്ലൂറലാണ് മസാജിദ്. അപ്പം ആര് അള്ളാഹു സുബ്ഹാന തലയെ ആര് മനുഷ്യനെ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നിന്ന് തടയുന്നു, അവിടെ എന്താ ചെയ്യുക, എന്താണ് ചെയ്യുന്നത്? അതായത് മസ്ജിദിൽ നിന്ന് തടയാന്ന് പറയുമ്പോൾ ബേസിക്കലി ആൾക്കാരെ എന്ത് ചെയ്യുന്നതിൽ നിന്നാണ് തടയുന്നത്? അൻ ദാറ്റ് എന്താണോ ചെയ്യുന്നത്, യുദ്കറ ഓർമ്മിക്കപ്പെടുക, ദിക്ർ ചെയ്യുക, ദാൽ കാഫ്ര, ഉസ്കുറു ല്ലേ നിങ്ങൾ ഓർക്കുക, ദിക്ർ യുസ്കറ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കപ്പെടുക അല്ലെങ്കിൽ ദിക്ർ ചെയ്യപ്പെടുക, ഫീഹ അതിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മസ്ജിദിൽ അല്ലെങ്കിൽ മസാജിദിൽ പള്ളികളിൽ ദിക്ർ ചെയ്യപ്പെടുന്നുണ്ട്. എന്ത്? ഇസ്മുഹു അള്ളാഹുവിന്റെ ഇസ്മുകള്. ഓക്കെ, അള്ളാഹുവിന്റെ പേര് ഇസ്മ ഹംസ സീൻ മീം ഓർ വാവ് സീൻ മീം രണ്ടും വരാം. ബിസ്മില്ലാഹ് അല്ലെ, നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരുകള് അള്ളാഹുവിന്റെ പേര് ദിക്ർ ചെയ്യപ്പെടുന്നതിൽ നിന്ന് ആളുകളെ അല്ലെ, മസ്ജിദുകളിൽ പള്ളികളിലാണ് ദിക്ർ ചെയ്യപ്പെടുന്നത്, ആളുകളെ തടയുന്ന ആളെക്കാൾ മോശപ്പെട്ടവൻ ആരുണ്ട്, അതിക്രമിയായിട്ടുള്ളവൻ ആരുണ്ട്? അയാള് ഇത് ഒന്നെങ്കിൽ വാക്കുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തികളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അയാൾ ഇങ്ങനെ അപ്പൊ ഏതൊരാൾ അങ്ങനെ ചെയ്യുന്നു അത് കാരണം ആളുകൾ പള്ളികളിലേക്ക് വരാണ്ടാവുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ അഭിപ്രായ ഭിന്നതകൾ കാരണം, ആളുകൾ സ്പ്ലിറ്റ് ആവുന്നത് കാരണം, പള്ളികളിലേക്ക് എത്താത്ത സിറ്റുവേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയത് കാരണം ഈ പള്ളിയാണ് അടുത്തുള്ളത് അതുകൊണ്ട് പള്ളിയിൽ പോണില്ല എന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ നമ്മുടെ ചുറ്റുപാടും. സുബ്ഹാനല്ലാഹ്, അപ്രകാരം അവർ വരാതായിരിക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിനെ പള്ളികളിൽ വെച്ച് ഓർമ്മിക്കാൻ പറ്റാണ്ടാവുന്നു. അപ്പം അവരെന്ത് ചെയ്യും? മറ്റുള്ള പല കാര്യങ്ങളും ഓർക്കാൻ പോകണം. സുബ്ഹാനല്ലാഹ്, മനഅ മസാജിദ് അല്ലാഹി അൻ യുദ്കറ ഫീഹ ഇസ്മുഹു വസഅ അവൻ അധ്വാനിക്കുകയും ചെയ്തു. സഅ സീൻ ഐൻ യാ സഅയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ ഓടുക. നമ്മൾ ഉംറക്കും ഹജ്ജിനും ഒക്കെ പോകുന്ന സമയത്ത് അല്ലെ, സഫ മർവയുടെ ഇടയിലുള്ള സഅയ് ചെയ്യാറുണ്ട്. അതും അതിനിടയ്ക്ക് ഒരു ഗ്രീൻ ലൈറ്റ് ഉള്ള രണ്ട് സ്ഥലങ്ങളില്ല, അതിന്റെ ഇടയിൽ പുരുഷന്മാര് കുറച്ചും കൂടെ സ്പീഡിൽ ഓടും. അപ്പൊ സഅയ് എന്ന് പറഞ്ഞാല് സ്പീഡിൽ നടക്കുക അല്ലെങ്കിൽ ഓടുക. സഅയ് എന്ന് പറഞ്ഞാൽ ഓട്ടത്തിന് മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, അത് നടക്കുന്നത് വരെ അതിനുവേണ്ടി എല്ലാ രീതിയിലും എഫേർട്ട് ഇടുക, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നുള്ള വാക്കിനും സഅയ് എന്ന് പറയും. ഓക്കെ, അയാൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സഅയാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വാസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും ഒരു കാര്യം അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി, ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സഅയാണ്. അപ്പം ഈ പേഴ്സൺ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വമൻ അദ്ലം അല്ലെ, ആ ആള് എന്തിനു വേണ്ടിയിട്ടാണ് സഅയ് ചെയ്യുന്നത്? ഫീ ഖറാബിഹ അതിന്റെ നാശത്തിന് വേണ്ടി, എന്തിന്റെ? മസ്ജിദുകളുടെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പള്ളികളുടെ നാശത്തിന് വേണ്ടിയിട്ട്. ഖറാബ് ഫസാദ്, ഖറാബിന്റെ അർത്ഥം. ഓക്കെ, ഫസാദ്. ഖറാബ് രണ്ട് തരത്തിലാണ്. ഒന്ന് നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള നാശം, നശിക്കുക, പൊളിക്കുക, ഓക്കെ, നശിപ്പിക്കുക, ആ രീതിയിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള നാശം. രണ്ടാമത്തത് അത് ഫിസിക്കൽ ആയിട്ടുള്ള നാശത്തിൽ നമുക്കിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഇന്നത്തെ കാലത്ത് അതന്നെ കാണുന്നുണ്ട് അല്ലെ, പള്ളികൾ പൊളിക്കുന്നത് തന്നെ ഡയറക്റ്റ് കാണുന്നുണ്ട്. ഇനി അതല്ല, ഇപ്പൊ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ പള്ളികൾ നമുക്ക് ഭയങ്കര ഡേർട്ടി ആയിട്ട് ഒരു വൃത്തിയില്ലാത്ത അവസ്ഥയിൽ കാണാം അല്ലെ. അതൊക്കെ പള്ളീന്റെ നാശത്തിൽ, അതായത് ആളുകളെ പള്ളിയിൽ നിന്ന് തിരിച്ചു കളയുന്ന രീതിയിൽ, മോശപ്പെട്ട രീതിയിൽ പള്ളീനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം ഒരു സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം, ഇപ്പം സോക്സ് ഇട്ട് വരുന്നവർ, ഭയങ്കര വൃത്തിയായിട്ട് മണക്കുന്ന സോക്സ് ഇട്ട് വരുമ്പോൾ ആ മണം കാർപ്പറ്റ് പിടിച്ചെടുക്കും അല്ലെ. ആ കാർപ്പറ്റിൽ നിസ്കരിക്കാൻ അങ്ങനെ ആൾക്കാർ പറയൂ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി മണമാണ്, കാർപ്പറ്റിൽ മൂക്ക് വെക്കാൻ തോന്നൂല, അല്ലെങ്കിൽ ഭയങ്കര പൊടിയാണ്, അത് ഒരു വാക്വം ചെയ്യില്ല, പൊടിയായിട്ട് തുമ്മിയിട്ട് നിൽക്കാൻ പറ്റൂല, ആ പള്ളിയിലേക്ക് പോകണ്ട, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ. അപ്പം ആളുകൾ പള്ളീനെ ഏതെങ്കിലും രീതിയിൽ മോശപ്പെട്ട രീതിയിലാക്കുക, അല്ലെങ്കിൽ പള്ളീന്റെ മതിലിലെ പെയിന്റ് കളയുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി വെക്കുക കാർപ്പറ്റിലോ അല്ലെങ്കിൽ ആ മതിലിന്റെ മുകളിലോ വെക്കുക, എന്നിട്ട് അത് ഉറുമ്പ് വരിക, അങ്ങനെ ആ ഒരു രീതിയിൽ വൃത്തികേടാക്കുക. അപ്പം ആ പള്ളി ഒരു വൃത്തിയില്ല, അവിടെ പോവാൻ തോന്നൂല. സുബ്ഹാനല്ലാഹ്, അതാണ് നമുക്ക് അടുത്തുള്ള പള്ളി, അതുകൊണ്ട് പോണില്ല അല്ലെ. അപ്പൊ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഒരു കാർപ്പറ്റ് ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും ഒക്കെ നല്ല വൃത്തിയില് ഭംഗിയിലല്ലേ, വളരെ മെയിൻറ്റെയിൻഡ് ആയിട്ട് കൊണ്ട് നടക്കും. പക്ഷെ പള്ളീന്റെ കാര്യമാകുമ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള ആള് വന്ന് ക്ലീൻ ചെയ്തോളും. ബാത്റൂം ഒക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ,
വാഷ്റൂം ഏരിയ ഒക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് ചെരുപ്പൊക്കെ ഇട്ട് ചളി അങ്ങോട്ട് കയറ്റി ചളി ഇങ്ങോട്ട് കയറ്റി കണ്ടാൽ അങ്ങ് പോവാൻ തന്നെ തോന്നൂല. നമ്മളാണെങ്കിൽ നമ്മളിങ്ങനെ കാര്യം സാധിച്ചിങ്ങോട്ട് പോരുള്ളൂ. ഒരു വെള്ളം ഒഴിച്ച് നോക്കേ, ഒരു ബ്രഷ് കണ്ടാൽ അതെടുത്തൊന്ന് ഉരച്ച് നോക്കേ, ഒന്നും ചെയ്യൂല. സുബ്ഹാനല്ലാഹ് അല്ലെ. ആരോ എപ്പോഴോ ഫ്രീ ആയിട്ട് കൊടുത്ത കാർപ്പറ്റ് ഉണ്ടാവും ആ പള്ളിയിൽ. അപ്പൊ ആ കാർപ്പറ്റ് ആരോട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാ പള്ളികളുടെ കാര്യമല്ല കേട്ടോ പറയുന്ന, മാഷാ അല്ലാഹ് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പള്ളികൾ അൽഹംദുലില്ലാഹ് ഇന്നത്തെ കാലത്തുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ പള്ളികളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ വൃത്തികേടാക്കുന്ന കാര്യത്തിൽ എന്താണ് നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ പള്ളികൾ വൃത്തികേടാക്കുമ്പോൾ തീരെ ഒരു കൂസലും ഇല്ലാണ്ട് അങ്ങനെ ചെയ്തിട്ട് പോകുന്നുണ്ടോ? അത് കാരണം ആളുകൾ ആ പള്ളി അങ്ങനെയാണ് അല്ലെ, അതിന് എവിടെയെങ്കിലും ഒരു കുഞ്ഞു റീസൺ നമ്മളായി മാറുന്നുണ്ടോ, ആ പള്ളി അങ്ങനെയാണ് അങ്ങോട്ട് പോണ്ട എന്ന ആൾക്കാരെ തോന്നിക്കാൻ വേണ്ടിയിട്ട്, അതിന് സഹി ചെയ്യുന്ന ആൾക്കാരിൽ നമ്മൾ പെടുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പള്ളികളിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പള്ളിയിൽ ചെന്ന ആളുകൾ അള്ളാഹുവിന്റെ പേരുകൾ ദിക്ർ ചെയ്യുന്നതിന് നമ്മൾ തടസ്സാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ പള്ളികൾ എത്രത്തോളം ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ചിലപ്പം എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാവില്ല. പള്ളികളുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് പോവാത്ത ആൾക്കാരുണ്ടാവാം, സ്ത്രീകളായതുകൊണ്ട് പ്രത്യേകിച്ച്. എന്നാലും പോകുന്നുണ്ടെങ്കിൽ, പോകാൻ അവസരങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഖറാബ് എന്ന് പറഞ്ഞ വാക്കിന് ഇപ്പം ഒരു വിള, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വിത്തൊക്കെ വിതച്ച് ഒരു സാധനം മുളച്ചുണ്ടാവുമല്ലോ, അതിനെ ആരും ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അത് തഴച്ച് വളരാണ്ട് അങ്ങനെ ആയിപ്പോകും അല്ലെ. ആ രീതിയിൽ ആളുകൾ കെയർ ചെയ്യാണ്ട് നശിച്ചു പോകുന്ന വിളകളെ ഖറാബ് എന്ന് പറയും. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു പാടം മൊത്തം എംപ്റ്റി ആയി പോകും. ആരും ശ്രദ്ധിക്കാണ്ട് ആ ഒരു പാടത്തിൽ ഒന്നും ഒരു കൃഷിക്കാരൻ വന്ന് കൃഷി ചെയ്യാതെ ആ പാടം മൊത്തം ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിലായിട്ട് എംപ്റ്റി ആയി പോവാന്നുള്ള ആ ഒരു സിറ്റുവേഷൻ മനസ്സിൽ കാണാം. അതുപോലെ പള്ളികൾ ആക്കി മാറ്റാം, പള്ളികൾ ഖറാബ് ചെയ്യുക, ആളുകളൊന്നും കെയർ ചെയ്യാതെ ശ്രദ്ധിക്കാതെ പള്ളികൾ അല്ലെങ്കിൽ വൃത്തികേടാക്കിയിട്ട് ആൾക്കാർ പള്ളികളിലേക്ക് എത്താത്ത രീതിയിൽ ആയി മാറുക. സോ വസആഫി ഖറാബിഹ, അയാള് എന്താക്കാണ്, അധ്വാനിക്കാണ് എന്തിന്, ഈ പള്ളീനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, പള്ളിയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാർ പള്ളികളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ ഒന്നാമത്തത് ഫിസിക്കൽ ആയിട്ടുള്ള പള്ളീനെ നശിപ്പിക്കൽ അല്ലെ. രണ്ടാമത് ആൾക്കാർ വരാതിരിക്കുന്ന രീതിയിൽ അതിനെന്താ പറയാ, എന്തെങ്കിലും നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാക്കുന്ന, അതായത് നമുക്ക് തൊട്ടറിയാൻ പറ്റാത്ത രീതിയിൽ പള്ളികളെ നശിപ്പിക്കാം അല്ലെ. മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ആ പള്ളിയിലേക്ക് പോവാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭിന്ന അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ എടുത്തു പറഞ്ഞിട്ട് ആ രീതിയിൽ ആളുകൾ ആ പള്ളിയിലേക്ക് പോകാനേ തോന്നില്ല, അവിടെ ഫുള്ള് പ്രശ്നങ്ങളാണ്, അങ്ങനെയും പാവാം. അപ്പം വസആഫി ഖറാബിഹ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഉലൈക, അക്കൂട്ടര് മാകാന ലഹും, അവര് ആവുന്നില്ല, അൻ യദ്ഖുലുഹ, പള്ളികളിൽ പ്രവേശിക്കുന്നില്ല. ഓക്കെ, ആ പള്ളികളിൽ പ്രവേശിക്കുന്നില്ല. യദ്ഖുലു ദാൽ ഖ ലാം, ദുഖൂൽ, ദുഖൂൽ എന്ന് വെച്ചാൽ പ്രവേശിക്കുക. ഓക്കെ, പള്ളികളിൽ പ്രവേശിക്കുന്നില്ല. ഇല്ലാ ഖായിഫീൻ, ഭയപ്പാടോട് കൂടി അല്ലാതെ, ഖായിഫ് അല്ലാതെ. ഖായിഫിന്റെ പ്ലൂരലാണ് ഖായിഫീൻ. ഖ വാവ് ഫ, ഖൗഫിൽ നിന്ന് ഉണ്ടായതാണ്, ഭയമുള്ള ആള്. അപ്പം അങ്ങനെയുള്ള ആളുകൾ പള്ളികളിൽ ഭയത്തോടു കൂടി അല്ലാതെ പ്രവേശിക്കുന്നില്ല. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അല്ലെ പള്ളിയിൽ ഭയപ്പെട്ട് തന്നെ പ്രവേശിക്കണം. സുബ്ഹാനല്ലാഹ്. അത് നശിപ്പിക്കാൻ വേണ്ടി കയറണമെന്നൊന്നുമില്ല, പള്ളി പൊളിക്കാൻ വേണ്ടി കയറണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു തെറ്റ് പള്ളിയുമായിട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ പള്ളികളിലേക്ക് ആളുകൾ എത്താത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊണ്ട് അവർ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയത്തോടു കൂടി അല്ലാതെ പ്രവേശിക്കാൻ പറ്റില്ല. പൊതുവെ അല്ലെ, അല്ലെങ്കിലും നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഭയത്തോടു കൂടി തന്നെ വേണം പ്രവേശിക്കാൻ. കാരണം നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കോ ഇല്ലേ എന്നുള്ള ഭയം എപ്പോഴും അല്ലേ. നമ്മൾ അള്ളാഹുവിന്റെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ കൂടെ തന്നെ വേണ്ട ഒരു കാര്യമാണ് ഭയം, ഹോപ്പിന്റെ കൂടെ തന്നെ വേണ്ട ഒരു കാര്യമാണ് ഫിയർ. അപ്പൊ നമ്മൾ ഭയത്തോടു കൂടി തന്നെ ആയിരിക്കണം പോണത്. അപ്പൊ പ്രത്യേകിച്ച് ഇക്കൂട്ടരാണെങ്കിൽ അവർക്ക് ഭയത്തോടു കൂടി അല്ലാതെ പ്രവേശിക്കാനേ പറ്റൂല. ലഹും ഫി ദുനിയ ഖിസ്യുൻ, അവർക്ക് ഈ ദുനിയാവിൽ എന്തുണ്ട്, ഖിസ്യുൻ, നിന്ദ്യത, ഹ്യൂമിലിയേഷൻ. വലഹും ഫിൽ ആഖിറതി, അവർക്ക് പരലോകത്തുണ്ട് എന്ത്, അദാബുൻ അദീം, അതികഠിനമായ ശിക്ഷ. കാരണം അവരാളുകളെ അള്ളാഹുവിന്റെ മസ്ജിദിൽ, അള്ളാഹുവിന്റെ വീട്ടില്, അള്ളാഹുവിന്റെ എന്താണ് ബൈത്തുകളിൽ അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വരുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വരുന്ന ആൾക്കാരെ ഏതെങ്കിലും രീതിയിൽ അവര് തടയുന്നുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് പള്ളികൾ ഉണ്ടാക്കിയിട്ടുള്ളത്?
പള്ളികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ജമാഅത്തായിട്ട് നമസ്കരിക്കുക, അല്ലെ, ജമാഅത്തായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. അതാണ് പള്ളികളുടെ മെയിൻ മഖ്സദ് എന്ന് പറയുന്നത്, ആ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. യദ്കുറ ഫീഹ ഇസ്മുഹു. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് പള്ളികളുടേത് തഅലീം, അറിവ്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളികളിൽ നമസ്കാരത്തിന് അവർക്ക് എന്താണ് ഇമാമായിട്ടുണ്ട്, അതേസമയം അവരെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട് പള്ളികളിൽ, അല്ലെ. അപ്പം അള്ളാഹുവിന്റെ ദിക്റാണ് മെയിൻ ഒബ്ജക്റ്റീവ്, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. ഈ ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലൂടെയും അള്ളാഹുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ദീനിനെ കുറിച്ചുള്ള ഇൽമ പകരുന്നതിലൂടെയും ആവാം. ദീനിനെ കുറിച്ചുള്ള ഇൽമ പകരുന്നതിലൂടെയും ആവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വസഅ ഫീ ഖറാബിഹ. അവരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അള്ളാഹുവിന്റെ പള്ളികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഫസാദ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലേക്ക് ആളുകൾ എത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് അവര് ശ്രമിച്ചു. അവരാണ് ഏറ്റവും വലിയ അനീതിയുള്ള മനുഷ്യന്മാര്. എങ്ങനെയാണ് ആളുകൾക്ക് ഇപ്രകാരം മനുഷ്യന്മാരെ പള്ളിയിലേക്ക് വരുന്നതിനെ തടയാൻ പറ്റുക, അല്ലെ? എങ്ങനെയാണ് തടയാൻ പറ്റുക? പല 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 രീതികളുണ്ട്. അപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം ഒരു ഭർത്താവ് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നോക്കുമ്പോൾ ഭാര്യ പറയും, അല്ല നിങ്ങൾ പോകല്ലേ, എനിക്ക് പേടിയാന്ന്, ഞാൻ ഒറ്റക്കായി പോകും. സുബ്ഹാനല്ലാഹ്. തിരിച്ചും ഭർത്താവ് ഭാര്യയെ പറഞ്ഞയക്കാത്ത സിറ്റുവേഷനും ഉണ്ടാവും, അല്ലെ, നീ പോണ്ട. ഇതൊക്കെ പള്ളിയിൽ നിന്ന് തടയുന്നതിൽ പെട്ടത് തന്നെയാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കുന്നതിൽ നിന്ന്, പള്ളികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കുന്നതിൽ നിന്ന് തടയാം. അതുപോലെ ആൾക്കാർക്ക് പള്ളിയിലേക്ക് വരാൻ ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പല രീതിയിലും പള്ളികളിൽ ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയിൽ വഴക്ക്, ഈ എന്താണ് സെക്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ, ഫുൾ നെഗറ്റീവ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻസൾട്ടുകൾ. നമുക്ക് പള്ളിയിൽ പോയ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു ഇൻസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ പറയാ, നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയാ. ഇനി അതില്ലെങ്കിൽ നമ്മളെ പെണ്ണുങ്ങളാണെങ്കിൽ നമ്മളെ വസ്ത്രധാരണത്തിനെ കുറിച്ച് ഒരുമാതിരി, ഇവളെന്താ ഇങ്ങനെ പള്ളിയിൽ വന്നിട്ടുള്ളത്, അല്ലെ. ഒരു ചെറിയ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ ടീനേജ് കുട്ടികൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഓളൊരു കോലം, ഒന്ന് അടിമുടി നോക്കി കഴിഞ്ഞാൽ ആ കുട്ടി പറയും, ഇനി ഞാൻ ആ പള്ളിയിലേക്ക് വരുന്നില്ലേ, അല്ലേ, ഞാൻ അങ്ങോട്ട് വരുന്നില്ലേ. നമ്മളൊക്കെ കാഴ്ചപ്പാടിൽ ഒരിത്തിരി ദീനും ഒരിത്തിരി എൽമും കുറഞ്ഞ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി നോട്ട, അല്ലെ. അവർക്ക് പിന്നെ ഇങ്ങോട്ട് വരാനേ തോന്നൂല. പക്ഷെ അവരെ നമ്മൾ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ച് ഗ്രീറ്റ് ചെയ്ത് പുഞ്ചിരിയോട് കൂടി എന്താ അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുത്ത്, പള്ളികൾ എപ്പോഴും നമ്മളെ വീട്ടിൽ നമ്മൾ എങ്ങനെ അതിഥികളെ സൽക്കരിക്കുന്നുവോ അതേ ഫീലിംഗ്, അല്ലെ. വീട്ടിൽ നമുക്കൊരു അതിഥി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഭംഗിയാക്കി വെക്കും വീട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറ്റുമെങ്കിൽ റൂം സ്പ്രേ ഒക്കെ അടിച്ചില്ലേ, ആ ഫ്രാഗ്രൻസും, ആളുകളോട് ചിരിച്ച് പുഞ്ചിരിയോട് കൂടിയുള്ള സംസാരവും. എന്നാൽ പള്ളി, അള്ളാന്റെ വീട്, നമുക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ആരോ വരും, ക്ലീൻ ചെയ്താലായി, ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലായി. ഇനി ആ ക്ലീനിങ്ങിന് തന്നെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ കഴിഞ്ഞ മാസം തന്നീനോ. സുബ്ഹാനല്ലാഹ്, അല്ലെ. നമ്മക്കൊണ്ടോ പറ്റൂല. നമ്മൾ അള്ളാന്റെ വീട് ക്ലീൻ ആക്കി വെക്കുകയില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ചോദിച്ചു, അതിന്റെ മുമ്പ് ഇതെന്തൊരു പിരിവാ. സുബ്ഹാനല്ലാഹ്, അല്ലെ. അപ്പം ആളുകൾ എപ്പോഴും വെൽക്കം ആയിട്ട് ഫീൽ ചെയ്യിക്കുക പള്ളി എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതിനെതിരെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ആളുകൾക്ക് അൺവെൽക്കംഡ് ആയിട്ട് ആ പള്ളിയിൽ പോണ്ടാന്ന് തോന്നാൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാറ്റഗറിയിൽ പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പള്ളിയിൽ ആളുകൾ വന്ന് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ പേരുകൾ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന്, അള്ളാഹുവിന്റെ കലാം പഠിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയാണ്. പിന്നെ ചില പള്ളികളുണ്ടാവും ചാരിറ്റി നിർബന്ധാക്കുന്ന, വന്നു കഴിഞ്ഞാൽ ആ പള്ളി പോയാൽ പൈസ കൊടുക്കാതെ വേറെ രക്ഷയില്ല, ഒരു പിടിച്ചു വാങ്ങും, അല്ലെ. അതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പള്ളികൾ വൃത്തികേടാക്കിയിട്ടോ പള്ളികളിൽ ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കിയിട്ടോ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നോട്ടം, ഈ ആൾക്കാരെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ അവരുടെ നിസ്കാരത്തിനെ അല്ലെങ്കിൽ അവരുടെ രീതികളെ കുറ്റപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും നമ്മൾ പള്ളികളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കരുത്. ഇത് അള്ളാന്റെ വീടാണ്, നമ്മളെ വീട് നമ്മൾ നോക്കുന്നതിനേക്കാളും ഭംഗിയാക്കിയിട്ട് നമ്മൾ നോക്കണം. നമ്മളെ വീട്ടിലിപ്പോ നമ്മൾ ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് പോകുന്ന വഴിക്ക് കണ്ട എല്ലാ സാധനങ്ങളും, അല്ലെ, ടേബിളിന്റെ മുകളിൽ മക്കൾ എന്തെങ്കിലും ബുക്ക് പരത്തിയിട്ടുണ്ടെങ്കിൽ അത് മടക്കി വൃത്തിയാക്കി റൂമിൽ കൊണ്ടുപോയേക്കും. കിച്ചണിൽ കുടിച്ച ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് വേഗം കഴുകി സ്റ്റാൻഡിൽ ഇട്ട് വെക്കും. പുതപ്പ് മടക്കി നീർത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് മടക്കി വൃത്തിക്ക് വെക്കും. എന്നാൽ പള്ളിയിൽ നമ്മൾ കയറുന്നു, കാല് കഴുകുന്നു, ഒന്നും എടുത്ത് പോകണമെങ്കിൽ കാല് കഴുകുന്നു, നേരെ പോകുന്നു, നിസ്കരിക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മളെ സ്ഥലമല്ലല്ലോ, അല്ലെ. സുബ്ഹാനല്ലാഹ്.
എന്നാൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. മാഷാ അല്ലാ മാഷാ അല്ലാ. ഇത്രയൊക്കെ അറിഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നല്ല, ഞാൻ എൻ്റെ കാര്യം പറയാണ്. ഞാൻ ഇങ്ങനെയാ പോകുന്നത് പള്ളിയിൽ. അസ്തഗ്ഫിറുല്ലാ. പോവാ, നിസ്കരിക്കുക, വരാന്നുള്ളതിനപ്പുറം അത് എൻ്റെ വീടാന്ന്, അള്ളാഹുവിന്റെ വീടാന്ന് തോന്നിയിട്ടില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം പള്ളികൾ എപ്പോഴും ആളുകൾക്ക് വെൽക്കമിങ് ആക്കി മാറ്റുക. സുബ്ഹാനല്ലാഹ്. പള്ളികളുടെ ബാത്റൂമുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിലെ ബാത്റൂമിൽ അല്ലേ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വേഗം ഹാർപ്പിക്കോ എന്ത് പിക്കാ ഉള്ളതെന്ന് വെച്ചാൽ അതൊന്ന് ഒഴിച്ച് അല്ലേ ആ ക്ലോസറ്റിലൊന്ന് ബ്രഷ് ഇട്ടൊന്ന് ഇളക്കി. പള്ളികളിലാണെങ്കിൽ ഇതിപ്പം അയാൾ ക്ലീൻ ചെയ്യുമായിരിക്കും, അടുത്ത ആഴ്ച ജമാന്റെ മുമ്പ് ക്ലീൻ ചെയ്യുമായിരിക്കും. നമ്മൾ പണിയും കഴിഞ്ഞ് ഇങ്ങോട്ട് പോരൂലേ. ചിലപ്പോൾ അവിടെ ഹാർപ്പിക്കും ഉണ്ടാവും, ബ്രഷും ഉണ്ടാവും, നമ്മൾ കാണിയില്ലേ, നോക്കുകയില്ല. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ അതിന്റെയൊക്കെ പേരിൽ പള്ളികളിൽ നിന്ന് ആളുകൾ തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ അതിൽ പെട്ടുപോവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം പിന്നെ അതേപോലെ നമ്മൾ പള്ളികളിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അല്ലേ നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് വായിൽ നിന്നൊരു മോശം നാറ്റം വരാതെ, നമ്മുടെ ശരീരത്തിൽ നിന്നൊരു മോശം നാറ്റം വരാതെ, നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ച് അടുക്കളയിൽ പാത്രമൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞ് ആ മാക്സിന്റെ മുകളിൽ ഒരു പർദ്ദയിട്ട് പോവാതെ അടുത്തിരിക്കുന്ന ആൾക്കൊക്കെ മണത്തിട്ടൊന്നുകൂടെ അവിടെ ഇങ്ങനെ വന്നിരിക്കുക അല്ലേ, നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഈ മണം സഹിക്കണ്ടേ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ പള്ളി ഏറ്റവും ഭംഗിയായിട്ട് ഫീൽ ചെയ്യുക, നമുക്കും ഫീൽ ചെയ്യുക, മറ്റുള്ളവർക്കും ഫീൽ ചെയ്യിക്കുക, ഏറ്റവും ഭംഗിയാക്കിയിട്ട് കൊണ്ടുപോവുക, കൊണ്ട് നടക്കുക, നമ്മൾ പോവുക. കാരണം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വരുന്ന ആളുകൾ അവിടെ ഏറ്റവും നല്ല ഫീൽ കൊടുത്തിട്ട് അല്ലെ, എപ്പോഴും നമ്മള് ആളുകളെ ആ ഒരു കാര്യത്തിലേക്ക്, അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് വെൽക്കം ചെയ്യുന്ന മോഡിലായിരിക്കണം. ഏറ്റവും ഭംഗിയുള്ള ഫീലിംഗ് കൊടുത്തിട്ട്, ഏറ്റവും സ്നേഹമുള്ള ഫീലിംഗ് കൊടുത്തിട്ട് വേണം നമ്മൾ ആൾക്കാരെ സ്വീകരിക്കാൻ. നമ്മളുടെ ഒരു നെഗറ്റീവ് കാര്യം ആൾക്കാരെ പള്ളികളിൽ നിന്ന് തിരിച്ചു കളയരുത്. വമൻ അദ്ലമ, ആരാണ് അതിനേക്കാൾ അക്രമിയായിട്ടുള്ളത്? എന്തിനേക്കാള്? പള്ളികൾ നശിപ്പിക്കുന്ന കാര്യത്തില് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്ന ആൾക്കാരെക്കാൾ. കാരണം അപ്പം ആളുകൾ അവിടെ അള്ളാഹുവിനെ ഓർക്കുന്നത് ഇല്ലാണ്ടാവും. ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ. ഖായിഫീൻ, ഭയപ്പാടുള്ളത്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്. നമ്മളിപ്പോ പള്ളിയിൽ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു വേസ്റ്റും എവിടെയും കളയൂല അല്ലെ, കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഡോൺ ലിറ്റർ. എന്നിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് തപ്പി നമ്മൾ മക്കളോട് പറയാം അവിടെ ഉണ്ടോന്ന് പോയി നോക്കുക, അവിടെ കൊണ്ടേ ഇടുന്നല്ലേ. എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ ആ ക്യാന് നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് തപ്പി അതിനകത്ത് കൊണ്ടേ ഇടും. ഒരു ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ബാസ്ക്കറ്റ് നമ്മൾ നിലത്തൊന്നും ഇടൂല മാളിൽ പോയി കഴിഞ്ഞാൽ, കാരണം നമുക്ക് പേടിയാ. ഒന്നെങ്കിൽ CCTV ക്യാമറ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും അല്ലെ. എന്നാൽ പള്ളിയിൽ നമ്മളിപ്പോ നിലത്തിരിക്കുന്നുണ്ടാവും, ആരെങ്കിലും ഒരു ഈത്തപ്പഴം തന്നിട്ടുണ്ടാവും, നമ്മളൊന്നിങ്ങനെ ഏന്തി ആ ഒരു സൈഡിലൊരു മതിലുണ്ടാവും, എന്താണ് ജനലിന്റെ ഒരു അരമതിലുണ്ടാവും, അതിന്റെ മുകളിൽ അവിടെ വെക്കും. അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഉണ്ടാവും, അതിന്റെ മുകളിൽ അവിടെ വെക്കും. നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് മറന്നും പോയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ നല്ല ഭംഗിയാക്കി നോക്കും. പള്ളീന്റെ കാര്യമാകുമ്പോൾ യാതൊരു കൂസലും ഇല്ല. കാരണം നമ്മൾ CCTV ഇല്ലല്ലോ അല്ലെ. പക്ഷെ അസ്സമിയായ അൽ ബസീറായ റബ്ബ് കാണുന്നുണ്ട്. റബ്ബിന്റെ ബൈത്തിനെ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ആ ഒരു ശ്രദ്ധയോടുകൂടി, ആ ഒരു ചിന്തയോടുകൂടി, ലഹും ഫിദ്ദുന്യ ഖിസ്യും വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം, അതിൽ പെട്ടുപോവാത്ത രീതിയിൽ നമ്മൾ അള്ളാഹുവിന്റെ പള്ളികൾ മാനിക്കുക. അതേസമയം നമ്മൾ ഈ തൊട്ട് മുമ്പേ പറഞ്ഞ ആയത ഇഖ്തിലാഫ്, ഭിന്നത കാരണം ആളുകൾ പള്ളിയിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും പോണതിനെ തൊട്ട്, അതായത് ആളുകൾ പള്ളിയിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും പോകുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിനെ തൊട്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതുപോലെയുള്ള ഭിന്നതകൾ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ അവരുടെ ഇബാദത്തിൽ നിന്ന്, അത് പള്ളിയിൽ പോകുന്നതാണെങ്കിലും അല്ലാതാണെങ്കിലും അവരുടെ ഇബാദത്തിൽ നിന്ന് തിരിഞ്ഞു പോവാണ്. ഓക്കെ. അപ്പം എന്താണ് സൂറത്ത് അൻഫാൽ 34-ാമത്തെ ആയത്തില് വമാ ലഹും അല്ലാ യുഅദ്ദിബുഹുമുല്ലാഹു വഹും യസുദ്ദൂൻ അനിൽ മസ്ജിദിൽ ഹറാം, അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്ത് അർഹതയാണുള്ളത്? അവരാകട്ടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആളുകളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അവർക്ക് ശിക്ഷയുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തെടുത്ത് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് നമ്മൾ വളരെ സില്ലിയാക്കി കളഞ്ഞ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇതിലെ. സുബ്ഹാനല്ലാഹ്. ശ്രദ്ധിക്കണം. സൂറത്ത് ഫീലില് അബ്രഹത്തിന്റെ കഥ നമുക്കറിയാം അല്ലെ. കഅബ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന ആള് വസആഫി ഖറാബിഹ, നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം നശിപ്പിച്ചിട്ട് അവന്റെ ടെമ്പിളിൽ വന്നിട്ട്, അമ്പലത്തിൽ വന്ന ആളുകൾ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്.
അതുപോലെ മക്കയിലെ മുശ്രിക്കുകൾ അല്ലെ, മുസ്ലിങ്ങളെ മക്കയിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. കഅബയിൽ പല സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സലാത്തിന് വേണ്ടി വന്നപ്പോഴും അവരെല്ലാ രീതിയിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഹരാസ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്നിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഉംറ ചെയ്യാൻ വന്നിട്ട് അവർ തടഞ്ഞിട്ടുണ്ട് ഹുദൈബിയ സന്ധിയുടെ സമയം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പല രീതിയിൽ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നിന്ന് ആളുകളെ തടയുന്നുണ്ട്. ചിലര് അത് മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. ചിലര് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പൊ പറഞ്ഞ പല കാര്യങ്ങളുണ്ടല്ലേ, നമ്മൾ പോലും അറിയാതെ ആളുകളെ പള്ളിയിൽ നിന്ന് തിരിച്ചു കളയുന്ന പ്രവൃത്തികൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ബോധപൂർവം പള്ളിയിൽ പോകാൻ നമുക്കൊരു അവസരം ഉണ്ടെങ്കിൽ ആ പള്ളീനെ നല്ല രീതിയിൽ ഭംഗിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ അവിടെ ഭംഗിയായി പ്രസന്റ് ചെയ്ത് അങ്ങനെ നമ്മൾ എന്താ പറയാ ഒരു ഹുസ്ന അല്ലെ, ബെസ്റ്റ് പള്ളീനെ ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ആളുകളെ പള്ളിയിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ഒരു പുഞ്ചിരി പോലും ഒരു പക്ഷേ ആളുകൾക്ക് പള്ളിയിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള കാര്യം. സത്യമായിട്ടും എനിക്കൊക്കെ എൻ്റെ ചെറുപ്പകാലത്തുള്ള ഓർമ്മകളുണ്ട്. പള്ളിയിൽ പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കാരണം അവിടെയുള്ള ആളുകൾ അവരെ കാണുമ്പം അവരോട് ചിരിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും തിരിച്ച് പള്ളിയിലെത്തുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അത് ആളുകളുടെ പ്ലസന്റ്നെസ് കൊണ്ട് തോന്നിയിട്ടുള്ള ഒരു സന്തോഷം. അപ്പൊ അതിന് പോലും നമ്മൾ പള്ളിയിൽ ചെന്നിരിക്കുമ്പോൾ ഒരു പുഞ്ചിരിക്ക് പോലും എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അല്ലെ ഒരു ഹദീസിനകത്ത് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ വന്നിട്ട് പള്ളിയിൽ മൂത്രമൊഴിക്കുന്നത്, ഒരു നാടോടിയായ മനുഷ്യൻ സുബ്ഹാനല്ലാഹ് നമസ്കാരത്തിന്റെ സ്ഥലത്ത് അല്ലെ ചെന്ന് നിസ്കരിക്കുമ്പോൾ ആളുകൾ അയാളെ തടയാൻ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾ തടയണ്ടെന്ന് പറയും അല്ലെ. അയാൾ നിർത്തി കഴിഞ്ഞപ്പോൾ, അയാൾ മൂത്രമൊഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഇന്ന ഹാദിഹിൽ മസാജിദ ലാ തസ്ലുഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗലി വലൽ ഖദരി. പള്ളികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സ്ഥലമല്ല, പിന്നെ എന്തിനുള്ളതാണ്? ഇന്നമാ ഹിയ ലിദിക്രില്ലാഹി അസ്സ വജൽ വസ്സലാത്തി വഖിറാഅത്തിൽ ഖുർആൻ. അത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനുള്ളതാണ്, അള്ളാഹുവിനെ നമസ്കരിക്കാനുള്ളതാണ്, ഖുർആൻ ഓതാനുള്ളതാണ്. അപ്പൊ മസ്ജിദുകളുടെ ഉദ്ദേശം, പള്ളികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദിക്ർ, നമസ്കാരം, ഖുർആൻ ഖിറാഅത്ത്, ഇതൊക്കെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയെ ഓർമ്മിക്കുന്നതിൽ നിന്ന് തടയുന്നവരാണ് പള്ളികളെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട്, ഏത് രീതിയിലാണെങ്കിലും നെഗറ്റീവായിട്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ആൾക്കാർ. അതുപോലെ വേറെ ഒരു കാര്യം നമ്മളൊക്കെ ഇതിൽ പൊതുവെ കാണുന്നതാണ് പള്ളിയിൽ സ്പോട്ട് ബുക്ക് ചെയ്യുന്നത്. അതായത് ഞാൻ വേഗം എത്തിയിട്ടുണ്ടാവും പള്ളിയിൽ, 2 റോ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ തൊട്ടടുത്തൊരു ബാഗ് ഇട്ടിട്ട് എൻ്റെ മോക്കോ എൻ്റെ ഉമ്മാക്കോ ഒക്കെ സീറ്റ് പിടിക്കുന്ന ഒരു പരിപാടി. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അത് അല്ലേ, പള്ളിയിൽ ആരാണോ ആദ്യം വരുന്നത് അവർക്കാണ് പള്ളിയിൽ അധികാരം. അല്ലാതെ ബുക്ക് ചെയ്യുന്ന പരിപാടിയും ടവലിടുന്ന പരിപാടിയൊന്നും പള്ളിയിലില്ല. സുബ്ഹാനല്ലാഹ്. അത് മറ്റുള്ളവര് നമസ്കാരത്തിന് ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാനേ പാടില്ലാന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് പറയപ്പെടുന്നുണ്ട്. പള്ളികളിൽ അങ്ങനെ സ്പോട്ട് ബുക്ക് ചെയ്യലും ടവലിട്ടിട്ടും ബാഗ് ഇട്ടിട്ടും ഒന്നും ബുക്ക് ചെയ്യുന്ന പരിപാടി ഇല്ല. ആരാണോ ആദ്യം എത്തുന്നത് അവർക്കാണ് ആ സ്ഥലം. ഇനി നിങ്ങൾ ആദ്യം എത്തിയിട്ട് അതിന്റെ ഇടയ്ക്കൊന്ന് ബാത്റൂമിൽ പോവുകയോ ഒന്നും എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ സ്ഥലമാണ്, നിങ്ങൾ ഓൾറെഡി അവിടെ എത്തിയതാണ്, അത് നിങ്ങൾക്ക് പിടിച്ചു വെക്കാം. പക്ഷേ അല്ലാതെ ബുക്ക് ചെയ്യുന്ന പരിപാടി മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഇബാദത്തിന് തടയുന്നതാണ്, അത് പാടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം പള്ളികൾ എന്ന് പറയുമ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദിക്റിനുള്ളതായിരിക്കണം, അള്ളാഹുവിലേക്ക് ആളുകളെ വിളിക്കുന്നതായിരിക്കണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പള്ളികൾ അള്ളാഹുവിലേക്ക് ആളുകളെ വിളിക്കുന്നതായിരിക്കണം. അല്ലാതെ വേറെ എന്തിലേക്കെങ്കിലും, വേറെ ആരിലേക്കെങ്കിലും, വേറെ ഏതെങ്കിലും ഒരു സെക്റ്റിനെ, ഒരു ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളതായിരിക്കരുത് പള്ളി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരുപാട് സെക്റ്റുകളും ഡിവിഷനും ഉണ്ടാവുന്നത്. പള്ളികൾ അള്ളാഹുലേക്ക് ആൾക്കാരെ വിളിക്കാനുള്ളതായിരിക്കണം. പള്ളികളിൽ പഠിപ്പിക്കുന്നതും പറയുന്നതും അള്ളാഹുലേക്ക് ആൾക്കാരെ വിളിക്കാനുള്ളതായിരിക്കണം. അല്ലാതെ ആളുകൾക്കിടയിൽ സെറ്റുകളുടെ ബേസിൽ ഡിവിഷൻ ഉണ്ടാക്കാനുള്ളത് ആവരുത്. അല്ലെങ്കിൽ ഇന്ന പണ്ഡിതനെ മാത്രം അല്ലെങ്കിൽ ഇന്ന ഇമാമിനെ മാത്രം ഫോളോ ചെയ്യണമെന്ന് അടിച്ചേൽപ്പിക്കാനുള്ളത് ആവരുത്. ഓക്കെ. അതേപോലെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അള്ളാഹുവിന്റെ പേരിന് അല്ലെ, പള്ളികൾ ഓർമ്മിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പേരുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹുവിനെ ഓർക്കാന്നുള്ളതല്ല, അള്ളാഹുവിന്റെ പേരുകൾ ഓർക്കുക. നമ്മളെപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നത് അള്ളാഹുവിന്റെ പേരുകളിലൂടെയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ.
പലപ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു സിഫത്തോ ഒരു പേരോ എടുത്തു വെച്ചിട്ടാണ് അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലെ? അവിടേക്ക് അള്ളാഹുവിന്റെ പേര് വരുന്നുണ്ട്, അവൻ എന്ന് പറഞ്ഞിട്ടല്ല. ഇനി സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അല, അർറഹ്മാൻ അർറഹീം, അല്ലെ? റഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ. എല്ലാ സ്ഥലത്തും അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹുവിനെ ഓർക്കാന്നല്ല, അള്ളാഹുവിന്റെ പേരുകൾ ഓർക്കാന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം പള്ളികൾ അള്ളാഹുവിനെ ഓർക്കാനുള്ള സ്ഥലങ്ങളാണ്. അതിൽ നിന്ന് ഒരു തരത്തിലും ആളുകളെ തടയാൻ നമ്മളൊരു കാരണമാവാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതിനേക്കാൾ വലിയ അനീതി വേറെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അത് ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. അപ്പം അതിന് ഓപ്പോസിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആളുകളെ പള്ളിയിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെ ബോധപൂർവം ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ അള്ളാഹുവിനുള്ള ഇബാദത്തുകളാണ്. അതുപോലെ ആളുകളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോഴൊക്കെ നമ്മളുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇബാദത്താണെന്ന് നമ്മൾ നമ്മളെ ഓർമ്മിപ്പിക്കുക, മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കുക. അള്ളാഹു എളുപ്പാക്കട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖദാഉക أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.